JRCM എന്നെ നല്ല രീതിയിൽ ഇവിടെ എഡിഫിക്കേഷൻ ചെയ്ത് വെൽക്കം ചെയ്തു ബിജയ് സാറ്. എല്ലാവർക്കും നമസ്കാരം. JRCM, എൻ്റെ പേര് മാളവിക, വീട് കൊടുങ്ങല്ലൂർ മേത്തലയിലാണ്. RCM എന്നീയൊരു മഹത്തരമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചു ഉയർത്തിയത് കൊമ്പടിഞ്ഞാമാക്കളുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് സജികുമാർ സാറാണ്. സാറിനെയും കുടുംബത്തെയും ഈ നിമിഷത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടിയും കടപ്പാടോടുകൂടിയും ഞാൻ ഓർക്കാണ്. കാരണം നമ്മളെ കൊണ്ടുവന്ന ലീഡേഴ്സിനോട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്ന് ഇന്നത്തെ നമ്മളെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഇന്നലെ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ ഓരോരുത്തരും നമ്മൾ കൊണ്ടുവന്ന ഓരോ ലീഡേഴ്സിനെയും നന്ദിയോടുകൂടി ഓർക്കുക. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒത്തിരി അറിവുകൾ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇന്ന് കേരള റോസസ് ആയിട്ടും യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോം ആയിട്ടും ഒക്കെ. അതിൽ എനിക്ക് ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹം അറിയിക്കുകയാണ്. അപ്പോ എന്തായാലും പഠനശേഷം ഞാൻ ഒരു BCom സ്റ്റുഡന്റ് ആയിരുന്നു. +2-ലാണ് ഞാൻ RCM ആദ്യമായിട്ട് കേൾക്കുന്നത്. അമ്മയാണ് RCM-ൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. +2-ന് അത് കേൾക്കുന്ന സമയത്ത് RCM എന്ന് പറയുന്നത് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, തവിടെണ്ണ, ഭുജിയ, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളായിരുന്നു തുടക്കം RCM-ന് ആദ്യമായിട്ട് RCM ആയിട്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം കൊമ്പടിഞ്ഞാമാക്കല്ല് ഇന്ന് ഏറ്റവും പ്രൗഢിയോട് നിൽക്കുന്ന നന്മ RCM സ്വദേശി ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പങ്കെടുത്തൊരു പ്രോഗ്രാം. അവിടെ ഗ്രേറ്റ് ലീഡർ ഇന്ന് നമ്മളെ സ്റ്റാർ എമറാൾഡ്, നമ്മൾ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളിൽ തുടക്കത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അമ്മയുടെ കൂടെ പോയിട്ട് അത് അമ്മയുടെ കൂട്ടായിട്ട് ഞാൻ പോയതായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ RCM-ൽ ഈ ഭാവിയിൽ RCM ആണ് ഞാൻ ഏറ്റെടുക്കാന്നുള്ളതായിരുന്നു എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഗ്രേറ്റ് ലീഡർ സജീവ് കുമാർ സാറ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു തന്നെങ്കിലും എന്നോട് ഇത് ചെയ്യാൻ വേണ്ടി നിർബന്ധം പിടിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിതിന്റെ ഒരു അവസരം സജീവ് സാറ് പറഞ്ഞു തരികയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും എൻ്റെ ഗ്രേറ്റ് ലീഡർ സജീവ് സാറിന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് എത്രയും വേഗം കിടക്കാം അല്ലെ? സമയം കുറച്ചുള്ളൂ. നമുക്ക് ആദ്യം ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് PPT-യിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും PPT എനിക്ക് ഓപ്പൺ ആവണ്ടായിരുന്നില്ല. അപ്പോ എപ്പോഴും നമുക്കറിയാം, നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ, പ്രതിസന്ധി ഉണ്ടാവുമ്പോ നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും നമ്മളെ ഒരു കൈത്താങ്ങായിട്ട് നമ്മളെ ലീഡേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പൊ എനിക്ക് സുരാജ് സാറാണ് എനിക്ക് വേണ്ടി PPT ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ അതാണ് നമ്മൾ RCM ബിസിനസ് എന്ന് പറഞ്ഞാല്. നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല് പൊക്കിക്കൊണ്ടുവരാൻ നമുക്ക് ഒത്തിരി ലീഡേഴ്സ് ഇവിടെ ഉണ്ടെന്നുള്ളതാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തില് RCM എന്ന് പറയാതെ നേരിട്ട് വിഷയത്തിൽ കടക്കാൻ പറ്റില്ല. നമുക്കറിയാം, ബാർട്ടർ സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നു തുടക്ക സമയങ്ങളിൽ. അതായത് പണ്ട് കാലത്ത്, നമുക്കൊന്നും ഓർമ്മയില്ല, ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ബാർട്ടർ സിസ്റ്റം. ഞാനത് നേരിട്ട് കണ്ടൊരു കാര്യമല്ല. പണ്ട് കാലത്ത് ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കുക, അതിൽ എഴുതിയിട്ടുണ്ട് ട്രേഡിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ 2 or more parties without the use of money. അതായത് പൈസയുടെ കൈമാറ്റം ഇല്ലാതെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്തിരുന്ന ഒരു വ്യവസ്ഥ അന്നുണ്ടായിരുന്നു. അതിനുശേഷം പണത്തിന്റെ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായി. അതിലൊരു കമ്പനി ഉണ്ട്, നമുക്കറിയാം, അഡ്വർടൈസ്മെന്റ് ഏജന്റ്, ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ. അതിലൂടെ കസ്റ്റമറിലേക്ക് ആ ഒരു ഉൽപ്പന്നം, ഒരു കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം ട്രഡീഷണൽ മാർക്കറ്റിംഗിലൂടെ പുറമെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു കമ്പനി 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഇന്ന് കസ്റ്റമറിലേക്ക് ഇത്രയും ഇടനിലക്കാരും പരസ്യക്കാരും കൈമറിഞ്ഞ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ 100 രൂപയാവുകയും നമ്മളെ എക്സ്ട്രാ ഒരു 50 രൂപ നമ്മളെ കയ്യിൽ നിന്ന് അവിടേക്ക് പോവുകയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നൊരു സിസ്റ്റം വന്നിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഒരു കമ്പനി ഉണ്ട്, RCM രജിസ്റ്റേർഡ് ഷോപ്പ് ഉണ്ട്. ഒരു കസ്റ്റമറിലേക്ക് നേരിട്ട് ഷോപ്പിലൂടെ എത്തിക്കുന്ന ഒരു നൂതന വിപണന സമ്പ്രദായം. 50 രൂപയ്ക്ക് ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം 70 രൂപയ്ക്കെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം. ഒരു 20 രൂപയാണ് നമുക്ക് അതിനോട് വരുന്നുള്ളൂ. 30% നമുക്ക് പൊതു മാർക്കറ്റിൽ കൊടുക്കുന്നതിനേലും നമുക്ക് വില വ്യത്യാസത്തിൽ ഉൽപ്പന്നങ്ങൾ, ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ, അതായത് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ഇതില് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഹൈ കോസ്റ്റ് ആയിട്ട്
നമുക്ക് ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് RCM നമ്മൾക്ക് റീസണബിൾ കോസ്റ്റിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസരം. ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇന്നൊരു ചന്ദനത്തിരി, നല്ലൊരു ചന്ദനത്തിരി നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ എന്താണ് ഒരു 10 രൂപയെങ്കിലും കൊടുക്കണം. ഏറ്റവും കുറവ് 10 രൂപയെങ്കിലും കൊടുക്കണം. അത് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ചന്ദനത്തിരി ആയിരിക്കും. പക്ഷെ RCM ഹൈ ക്വാളിറ്റി ചന്ദനത്തിരി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 രൂപയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചന്ദനത്തിരി മാറ്റി നമ്മൾ ഒരു കട മാറ്റി ഒരു ചന്ദനത്തിരി മേടിക്കുന്ന സമയത്ത് 10 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 7 രൂപ വരുന്നുള്ളൂ. ഗ്രേഡ് 1 സോപ്പ് ഇന്ന് എന്താണ് 80 രൂപ എന്നാണ് മറ്റുള്ള ഗ്രേഡ് 1 സോപ്പ് മാർക്കറ്റിൽ വരുന്നതിൽ നോക്കുമ്പോൾ RCM ഗ്രേഡ് 1 സോപ്പ് നമുക്ക് 50 രൂപയ്ക്ക് നമ്മളെ സെൻസേഷൻ അടിപൊളി സോപ്പ് ഇന്ന് എന്താണ് പിറന്നു വീണ കുട്ടികളെ വരെയും കുളിപ്പിക്കാൻ പറ്റുന്ന അത്രയ്ക്കും എന്താണ് TFM 76% ഉള്ള അടിപൊളി സോപ്പ്. ഉപയോഗിച്ച ആളുകളൊക്കെ ഒന്ന് എന്താണ് ഒരു തമ്പിട് ഒരു മെസ്സേജ് ഇടുകയും ചെയ്യാം. ഞാൻ RCM സോപ്പ് ഉപയോഗിച്ച ആളുകൾ, സെൻസേഷൻ ഉപയോഗിച്ച ആളുകൾ, അതുപോലെ മുരിങ്ങയുടെ സോപ്പ് ഉപയോഗിച്ച ആളുകൾ, അങ്ങനെ ഒത്തിരി സോപ്പുകൾ സെഗ്മെന്റ് ഉണ്ടല്ലേ. അപ്പൊ ഓരോന്നും കട മാറ്റി മേടിക്കുമ്പോൾ റീസണബിൾ കോസ്റ്റിന് ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം എന്താണ് RCM നമുക്കുണ്ട്. അടുത്ത് നോക്കാം, ഫ്രീക്വന്റ് പ്രൈസ് ഹൈക്കാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വരുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് വില കൂടും. ഇവിടെയാണെങ്കിൽ നമുക്ക് കൺട്രോൾഡ് പ്രൈസ് ഹൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, ഇടയ്ക്കിടയ്ക്ക് വില കൂടുന്നത് എന്തുകൊണ്ടാണ്? പെട്രോളിനും റോ മെറ്റീരിയൽസിനും ഒക്കെ വില കൂടുമ്പോൾ ഇവിടെ വില കൂടും. പക്ഷെ ഇവിടെ വില കുറയ്ക്കുന്ന സമയത്ത് വില കുറയ്ക്കുന്നില്ല. പക്ഷെ ഇവിടെ കൺട്രോൾ പ്രൈസ് ഹൈക്കിൽ നമുക്ക് വില കൂടുന്നത് എന്താണ് ന്യായമായുള്ള രീതിയിലായിരിക്കും. പക്ഷെ വില കുറയ്ക്കാനുള്ള സാഹചര്യത്തിൽ വില കുറച്ചിരിക്കും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വില കൂടാനുള്ള ഏറ്റവും മെയിൻ കാരണം താരമൂല്യമാണ്. അതായത് സാധാരണ ഒരു എന്താണ് ഒരു നടൻ എന്ന് പരസ്യം ചെയ്ത് ഒരു പ്രൊഡക്റ്റ് മൂവ്മെന്റ് ആയില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? അതിനേലും കുറച്ചും കൂടി എന്താണ് നല്ലൊരു നടനെ വെച്ചിട്ട് പരസ്യം ചെയ്യും. അപ്പോ ഒറ്റയടിക്ക് എന്താണ് താരമൂല്യം മാറുന്നതിനനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ മാറും. RCM അങ്ങനെ ഇല്ല. കാരണം കസ്റ്റമർ തന്നെയാണ് ഇവിടെ പരസ്യം ചെയ്യുന്ന ആളുകൾ. അപ്പൊ എന്താണ് കസ്റ്റമർക്ക് അത്രയ്ക്കും എന്താണ് ഉൽപ്പന്നങ്ങൾ നിയന്ത്രിതമുള്ള വിലക്കയറ്റത്തിൽ കിട്ടാനുള്ള ഒരു അവസരം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ കയറും. അത് 2006 കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പറയുന്നത് എന്താണ് 52% ഇന്ത്യയിൽ ഇറങ്ങുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ. അതായത് 10 ഉൽപ്പന്നം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൽ 5 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആവാനുള്ള സാധ്യത അന്ന് കൂടുതലായിരുന്നു. ഇന്ന് 2025 നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് കൂടിയുണ്ടാവും കുറഞ്ഞുണ്ടാവും. പക്ഷെ നമ്മൾ ഒട്ടും പേടിക്കണ്ട. ഇവിടെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗിൽ നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റുകൾ എന്താണ് മേടിക്കാനുള്ള ഒരു അവസരം ഇവിടെ നമുക്കുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ബില്ലിംഗ് ആണ്. നമുക്ക് കമ്പനി ഒരു കമ്പനിയും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ല. അതായത് അത് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കമ്പനിയും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ല. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗിൽ RCM കമ്പനിയും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ല. കാരണം അവരുടെ എന്താണ് അവരുടെ ഒരു എന്താണ് പേരിന് അതൊരു കളങ്കം വരും. അപ്പൊ അതുകൊണ്ട് അവരൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന കുറെ കമ്പനികൾ വേറെ ഉണ്ട്. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് കോടികൾ മുടക്കി പരസ്യം ചെയ്യണ്ട. കാരണം മദർ കമ്പനി ഓൾറെഡി പരസ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഒരു ഒറിജിനൽ പാക്കറ്റിൽ എന്താണ് കയറ്റി അയച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ ഇടനിലക്കാര് ലാഭത്തിന് ഇരിക്കുന്ന ആളുകൾ അത് മേടിച്ച് വിപണനം ചെയ്യുന്നു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കയറുന്ന ഒരു കണക്കാണ് 2006 52% എന്ന് പറയുന്നത്. ഇന്ന് ഒറിജിനൽ കിട്ടുന്നത് നമുക്ക് ബില്ലിംഗ് സിസ്റ്റത്തിൽ കൂടെ കിട്ടുന്നു നമുക്ക് കമ്പനിയിൽ നിന്ന്. അതായത് കമ്പനിയിൽ നിന്ന് നമ്മൾ ഷോപ്പിൽ പോയി, ഇപ്പൊ ഞാൻ RCM ഒരു ഷോപ്പിൽ പോയി മേടിച്ച സമയത്ത് എന്താണ് എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾ ഇത്ര രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനു മുന്നും ഞാൻ എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ കടയിൽ പോയിട്ടും ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം RCM വരുന്നതിന് മുമ്പ് ഞാൻ അത് തന്നെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഞാൻ പോയി വരുമ്പോ ഒരു മെസ്സേജും വരില്ല അല്ലേ. നമുക്ക് പുറത്തുനിന്ന് 1 രൂപയുടെ ഷാമ്പു മേടിച്ചാൽ പോലും മെസ്സേജ് ഇല്ല. പക്ഷെ ഇവിടെ 1 രൂപയുടെ ഷാമ്പു മേടിച്ചാലും എന്താണ് മെസ്സേജ് വരുന്ന അല്ലെങ്കിൽ ബില്ലിംഗ് സിസ്റ്റം ഉള്ള ഓൺലൈൻ ബില്ലിംഗ് ഉള്ള ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ എന്താണ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് ഏത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. കാര്യം നമുക്കറിയാം ഏകദേശം 3/4 ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മളെ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളിലൊക്കെ മായം വരുന്നുണ്ട്. ഒന്നല്ല ഇന്ന് കേൾക്കുന്നത് അതിലേലും എന്താണ് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കയറ്റി വരുന്നത്. ഇവിടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും. ഇവിടെ നമ്മൾ ഗവൺമെന്റിന് ടാക്സ് നഷ്ടമാവാണ്. കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കയറുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് കിട്ടും. കാരണം ഇത് കറക്റ്റ് ആയിട്ട്
എന്താണ് GST എല്ലാം കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തുന്ന ഉൽപ്പന്നമാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി MNC പ്രൊഡക്റ്റുകൾ 90% പ്രൊഡക്റ്റുകളും വിദേശ കുത്തക കമ്പനികൾ, 100% ഇവിടെ നമുക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ 10 സാധനം എടുക്കുകയാണെങ്കിൽ 9 എണ്ണം വിദേശിയായിരിക്കും, ഒരെണ്ണം ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ കിട്ടും, അല്ലെങ്കിൽ അതും വിദേശിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ രാജ്യത്ത് നിലനിൽക്കേണ്ട എന്താണ് സമ്പത്ത് ഇന്ന് പുറം രാജ്യങ്ങളിലേക്ക്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ന് ഒഴുകാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് പല രാജ്യങ്ങളും സ്വദേശിവൽക്കരണം എന്താണ് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യണത്. പക്ഷെ ഇന്ന് നമ്മൾ മാത്രമാണ് പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ആളുകളായിട്ടുള്ളത്. പക്ഷെ RCM അതിനൊരു എന്താണ് തടയിടാനും RCM അതിലൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ടും എന്താണ് ശ്രമിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് അഭിമാനിക്കാം അത്തരത്തിലുള്ള ഒരു കമ്പനി നമുക്ക് വരാൻ സാധിച്ചതിൽ. ഇവിടെ മോസ്റ്റ്ലി MNC പ്രൊഡക്റ്റുകളാണ് നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ കസ്റ്റമർക്ക് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടില്ല. കാരണം എന്താ, വില കൂടുതൽ കൊടുത്ത് സാധനങ്ങൾ മേടിക്കണം, ഇടയ്ക്കിടയ്ക്ക് വില കയറ്റവും സഹിക്കണം, അതിന്റെ ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് കയറും. ഇനി കൂടുതൽ വില കൊടുക്കാന്ന് വെച്ചാലും നല്ലത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു എന്താണ് ഉറപ്പില്ല. അതുകൊണ്ട് എന്താണ് അത് ഉപയോഗിച്ച് വരുമ്പോ ഹെൽത്ത് പ്രോബ്ലംസ്, ഈ പണിയെടുക്കണ പൈസ മുഴുവനും ഹോസ്പിറ്റൽ ചെലവിലേക്ക് കൊടുക്കാനായിട്ട് മാത്രം ഉണ്ടാവുള്ളൂ. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ RCMൽ വന്നപ്പോ ഹെൽത്ത് കിട്ടി, അതിൽ കൂടെ ഒന്ന് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഇവിടെ ലോസ് സ്റ്റോക്ക് എന്താണ് ഗവൺമെന്റിന് ടാക്സ് എന്താണ് നഷ്ടമാവുകയാണ്. MNC കമ്പനി, വിദേശ കുത്തക കമ്പനികൾ എന്താണ് മറ്റുള്ള രാജ്യക്കാരൊന്നും ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരില്ല. നമ്മൾ മാത്രമാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച്, ഒരു രാജ്യത്തിനെ സംബന്ധിച്ച്, ഒരു സമൂഹത്തിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ലാഭം ഇവിടെ വരുന്നില്ല ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. ഇവിടെ നമ്മൾ നോക്കുക, റീസണബിൾ കോസ്റ്റിന് ഉൽപ്പന്നങ്ങൾ കിട്ടും, കൺട്രോൾഡ് ആയിട്ട് പ്രൈസ് ആയിക്കോളൂ, ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടും, അതിലും കൂടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. ടാക്സ് നമുക്ക് ഗവൺമെന്റിന് കിട്ടും, 100% ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം, അത് കസ്റ്റമർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി RCM, അടുത്ത സ്ലൈഡ് സർ. ഇനി നമ്മളൊരു ചിന്ത മാറുന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് അല്ലെ. അതായത് ഇതുവരെ മേടിച്ചിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കുക. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച ആളുകൾ ചിന്തിക്കുക, ഇത്രയധികം ദോഷങ്ങളും നഷ്ടങ്ങളും നമുക്ക് വരാനുള്ള ഒരു സിസ്റ്റത്തില് നമ്മൾ നിലനിന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ലാഭം ഉണ്ടാവില്ല. ഞാൻ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. പക്ഷെ ഇന്ന് RCM നമുക്കറിയാം 25 വർഷം തികഞ്ഞു, നമ്മൾ രൂപാന്തര യാത്രയൊക്കെ ആഘോഷിച്ച് നിൽക്കുന്ന ഒരു ടൈമില് ഇന്ന് RCM ഇത്ര അധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്കും മാറാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. സാറിന് നെക്സ്റ്റ്. അപ്പൊ RCM കമ്പനിയെ കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. RCM കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് എന്താണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. 25 വർഷം നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. 1977 രാജസ്ഥാൻ ബിൽവാരയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 3 പ്രാവശ്യം കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. RCMൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് എന്താണ് യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ഒറ്റയ്ക്കൊന്നും എവിടെയും പോവില്ല. എന്നെ ഒരു പവറാക്കി മാറ്റാനായിട്ടും RCM സിസ്റ്റം സഹായിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ 10 മികച്ച തുണി മില്ലുകൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ MD TC ചാബ്രാജി, അദ്ദേഹം എന്താണ് സെക്കൻഡ് ഗാന്ധി എന്നാണ് നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഇന്ന് RCM നമുക്ക് ഓരോ ജനങ്ങൾക്കും, ഓരോ സാധാരണക്കാർക്കും, ഏത് കാറ്റഗറി ഉള്ള ആളുകൾക്കും വിജയിക്കാനും വരുമാനം നേടാനുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹം നമുക്ക് RCMനെ തുറന്നു തന്നിരിക്കുകയാണ്. നമ്മളപ്പോ അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനായിട്ടുള്ളൊരു മനസ്സ്, നേരത്തെ പറഞ്ഞ ഒരു ചേഞ്ച്, മൈൻഡ് സെറ്റിൽ വരുന്ന ചേഞ്ച് നമ്മൾ വരുത്താം. ഓക്കെ സാർ, നെക്സ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് എല്ലാം ഒന്നേന്ന് തുടങ്ങി ഇന്ന് ഒരുപാട് ഡെവലപ്മെന്റിലാണ് RCMന്റെ എന്താണ് കമ്പനി നിലനിൽക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഇത്രയധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ, 120 ഫാക്ടറികൾ ഉണ്ട്. ഇന്ന് ഏകദേശം 10,000-ലധികം പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനത് എഴുതിയപ്പോൾ അതായതാണ്. അപ്പൊ ഡിപ്പോ ഇന്ന് 190-ലധികം ഡിപ്പോ ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് 28 സ്റ്റേറ്റിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു എന്താണ് മഹാപ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ വണ്ടർ വേൾഡ് ക്യുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 15,000-ലധികം RCMന്റെ ഔട്ട്ലെറ്റുകൾ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു പ്രോഗ്രാം ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ ആയിരുന്നു. ഇനി വണ്ടർ വേൾഡ് മുന്നേ ഉണ്ടായിരുന്നില്ല, 30-ലധികം വണ്ടർ വേൾഡുകൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ഡിസ്പ്ലേ വാളുകൾ ഇന്ന് ഉണ്ടായിരുന്നില്ല, എന്താണ് 2000 ഓഗസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് 1.5 ലക്ഷത്തിന് മേലെ ഡിസ്പ്ലേ വാളുകൾ. എനിക്ക് അഭിമാനമുണ്ട്, ഞാനും ഒരു ഡിസ്പ്ലേ വാൾ ഹോൾഡർ ആണ്. അതുപോലെ തന്നെ ഒരു അസോസിയേറ്റ് ബയ്യർ ആണ്. ഇന്ന് 4 കോടിയിലധികം
അസോസിയേറ്റ് ബയേഴ്സ് ഇന്ന് RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ എന്നുണ്ട്. നമ്മൾ അതിന്റെ ഒരു പാർട്ടാണ്. 2025 ഇങ്ങനെയാണെങ്കിൽ താഴത്തെ ഒരു കാര്യം നോക്കുക, 2035 എന്തായിരിക്കും കമ്പനിയുടെ ഗ്രോത്ത്? ഈ ഗ്രോത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാനുള്ളത് കൊണ്ടല്ല ഇത്രയും കമ്പനി ഡെവലപ്പ് ആയത്, ഞാനില്ലെങ്കിലും എന്താണ് ഡെവലപ്പ് ആവുന്ന ഒരു കമ്പനിയാണ്. കാരണം എന്റെ ഒരു ആവശ്യം ഈ കമ്പനിക്ക് ഇല്ല, എനിക്ക് കമ്പനീനെയാണ് ആവശ്യം. അപ്പൊ എനിക്ക് വളരണമെങ്കിൽ എനിക്ക് കമ്പനീനെയാണ് ആവശ്യം. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോ ഞാൻ തീരുമാനം എടുത്തു, ഈ വളരുന്ന കമ്പനിയുടെ ഒപ്പം ഉറച്ചു നിൽക്കാൻ. ഇന്ന് ഞാൻ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും RCMന്റെ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ബാഗ്, എന്റെ പേന, എന്റെ നോട്ട് ബുക്ക് എല്ലാം RCMന്റെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് സർ. അപ്പോ ഇനി നമുക്ക് നമ്മളെ ഒരു ടോപ്പിക്കിന്റെ ഒരു രീതിയിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇവിടെ ഒരു പെൺകുട്ടി എന്താ ട്രോഫി ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ട്രോഫി ഒക്കെ പിടിച്ച് ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ, ആ ഒരു പെൺകുട്ടി ട്രോഫി പിടിച്ച് നിൽക്കുകയാണ്. എവരിവൺ വാണ്ട് സക്സസ് ഇൻ ലൈഫ്. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഗ്രേലിയുടെ സജീവ് സാറ് പറയാറുണ്ട്, വെറുതെ എന്താണ് ഇടിയത്തിണ്ണലിൽ ഇരിക്കുന്ന ആളോട് ചോദിച്ചാല് നിനക്ക് വിജയിക്കണം ചോദിച്ചു കഴിഞ്ഞാല് ആള് പറയും എനിക്ക് വിജയിക്കണം. പണിയെടുക്കോ? ഇല്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ട്. ആ വിജയിക്കാനായിട്ട് ഈ ഒരു 7 കർഡിനൽസ് പറയുന്നതിന് മുമ്പ് RCM ബിസിനസ്സിൽ നമ്മൾ മാറ്റേണ്ട എന്താണ് കുറച്ച് മൈൻഡ് സെറ്റുകൾ ഉണ്ട്. ആ മൈൻഡ് സെറ്റുകൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. RCM ബിസിനസ്സിൽ അതായത് ആദ്യത്തേതാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കുക. ഇതിലൊന്നും എന്റെ എന്താണ് വാക്കുകളില്ല, എന്റെ ലീഡേഴ്സ് തന്നിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഞാൻ ഇതിൽ വന്നപ്പോ ഞാൻ പുതിയ വ്യക്തിയാണ്, എനിക്കൊന്നും അറിയില്ല RCMനെ കുറിച്ച്. ഇത് എങ്ങനെ പറയണം, ഇത് എത്രത്തോളം പറയണം, ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുക, ആളുകളിലേക്ക് ചെല്ലുമ്പോ നെഗറ്റീവ്സിനെ എങ്ങനെയാണ് തരണം ചെയ്യാന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ സജീവ് സാറിനോട് ചോദിച്ചു, സജീവ് സാർ ഞാനിത് എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്? അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം എന്നോട് പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പോയപ്പോ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടു. അപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ദൈവമേ ഇത് എന്താണ് എല്ലാവരും ഇത്ര നല്ല കാര്യമാണെന്ന് നമുക്ക് പ്രോഗ്രാമുകളിൽ കൂടെ പറയുന്നുണ്ട്, പക്ഷെ പുറത്തിറങ്ങുമ്പോ എല്ലാവരും എന്താ ഇങ്ങനെ പറയണം എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട ടൈമിൽ തന്നെ അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് PSC നോക്കിക്കൂടെ, കുറെ ഉപദേശിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് വരും, ഫ്രീ ആയിട്ട് ഉപദേശിക്കാനുള്ള ആളുകൾ. ഇനി ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഉപദേശം വേണമെങ്കിൽ അവരെ നമ്പർ തരാം. അപ്പൊ എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപദേശങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് അനുഭവിച്ചു വന്നപ്പോ ഞാൻ സാറിനോട് ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റണ പരിപാടിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞ ഒരു 7 കാര്യമാണ്. ആ 7 കാര്യം, ഈ ഒരു 7 കാര്യം ഇന്ന് സജീവ് സാർ ഓരോ പ്രോഗ്രാമുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ 7 കാര്യം നമ്മളെ ജീവിതത്തില് RCM ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പൊ എന്താണ് 7 കാര്യം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കാം. ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെ? എന്റെ അച്ഛന് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നല്ല എന്താണ് ഭംഗിയായിട്ട് നടക്കണത് അങ്ങനെയാണ് ഇഷ്ടം. എന്റെ അമ്മയ്ക്ക് എന്താണ് ഞാൻ ജീൻസ് ഒക്കെ ഇട്ട് നല്ലൊരു പവർഫുൾ ആയിട്ട്, രണ്ടുപേർക്ക് ഇഷ്ടം. അപ്പൊ രണ്ടുപേരെയും ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, രണ്ടും വേറെ വേറെ ആഗ്രഹം. അപ്പൊ ഞാൻ അവർക്ക് ഒറ്റ മോളാണ്. അപ്പൊ എന്താണ് എനിക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് മാറി മാറി നിൽക്കും. അതായത് മാറ്റി മാറ്റി ഡ്രസ്സുകൾ തയ്ക്കും. അപ്പൊ എന്താണ് എല്ലാവരെയും എന്താണ് നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ളത് നമുക്ക് തൃപ്തിപ്പെടുത്താം. പക്ഷെ പുറമേ ഉള്ള ആളുകൾ RCMലേക്ക് ഈ ഒരു കാര്യത്തിന് കണക്ഷൻ വരുമ്പോ നമ്മള് എന്താണ് ഒരുപാട് കാര്യങ്ങള് ആളുകളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരും. അതായത് ഇതില് ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. താഴെ എഴുതിയിട്ടുണ്ട്, നമ്മളെ തീരുമാനം നമ്മളെ വിജയത്തിന് എന്താണ് കാരണമാകും. അതായത് എല്ലാവരും വിചാരിച്ചിരിക്കുക, എല്ലാവരും അയ്യോ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ എന്താണ് RCM പറയുമ്പോ അവരെന്ത് വിചാരിക്കും, ഇനി ഒരു RCM പറഞ്ഞ അവർക്ക് ഇതായി അവര് എന്താണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അല്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക്, അതായത് നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ കുറിച്ച് ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ആളുകൾക്കും എന്താ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ നേരില്ല. കാരണം 24 മണിക്കൂറും അവര് നമ്മളെ കുറിച്ച് ചിന്തിച്ചിരിക്കണില്ല. അത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ലൈഫ് നമ്മളെ തീരുമാനമാണ്.
നമ്മളെ തീരുമാനമാണ് നമ്മളെ ലൈഫ്. ഇപ്പൊ എടുക്കുന്ന തീരുമാനമാണ് ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മളെ സക്സസ് വരുന്നത്. അതായത് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പിന്നിലേക്ക് വലിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ വിജയിച്ച് നിൽക്കുമ്പോ, പൈസ ഉണ്ടാവുമ്പോ ഇവരെല്ലാവരും നമ്മളിലേക്ക് തിരിച്ചു വരും. ശരിയല്ലേ? ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ പല കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ എന്തിനൊക്കെ പോയില്ലെങ്കിൽ, RCMന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മ അങ്ങനെ പോവില്ല. അപ്പൊ പോയില്ലെങ്കിൽ അവർക്കൊരു വിഷമായിരിക്കും. ഓള് ഇപ്പൊ വലിയ ആളായി, ഇപ്പൊ ഇതിനൊന്നും വരാൻ നേരില്ല. പക്ഷെ നാളെ വരുമാനം കിട്ടുമ്പോ, ഞാനൊരു സ്റ്റാർ റൂബി ഒക്കെ ആയി നിൽക്കുമ്പോ അമ്മായിക്ക് 5000, അമ്മാവന് 5000 വെച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മളിപ്പോ പോവാത്ത കാര്യമൊക്കെ അവർ മറന്നു നോക്കോളും. അപ്പൊ പൈസക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ താലികെട്ട് ഞാൻ പോയില്ലെങ്കിലും അവർ താലി കെട്ടും. അതായത് മോതിരം ഞാൻ ചെന്നില്ലെങ്കിലും അവര് മോതിരിടും. പക്ഷെ RCMന്റെ മീറ്റിങ്ങിന് ഞാൻ പോയില്ലെങ്കിൽ അവിടെ എന്റെ വിജയാണ് താഴേക്ക് പോകുന്നത്. ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നവും ഒഴിവാക്കി നമുക്ക് വരാനായിട്ട് പറ്റും. അല്ലെ? ഇപ്പൊ 2 കല്യാണം അടുത്തുണ്ടെങ്കിൽ, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസത്തെ കല്യാണത്തിന് നമ്മള് പോവില്ല. നമ്മൾ തലേ ദിവസം പോയി വീട്ടിൽ തലേ ദിവസം പോയിട്ട് പറയും, അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. പക്ഷെ പല ആളുകളും ഇങ്ങനെയാ. അതായത് നമ്മള് തീരുമാനം എടുക്കാനായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മള് നോക്കേണ്ട ഒരു കാര്യം, എല്ലാരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തത് സാർ, രണ്ടാമത്തതാണ് മാറ്റത്തോടുള്ള ഭയം. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ കോട്ടും ഇതൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ നടക്കാറുണ്ടായിരുന്നില്ല. അല്ല, RCMൽ വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ മാറ്റം വരുന്നത്. അപ്പൊ ഈ കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുക? മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആള് എന്തായിരിക്കും വിചാരിക്കുക? RCMല് മാറുമ്പോ, സംസാരിക്കുമ്പോ, സ്റ്റേൺ ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോ ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അയ്യോ മാറാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? മാറ്റത്തിന് എപ്പോഴും ചേഞ്ച് എന്ന് പറയും. ചേഞ്ച് എപ്പോഴും പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ സ്ഥിരമായിട്ട് വലത് കൈയിലാണ് വാച്ച് കെട്ടണമെങ്കിൽ, സ്ഥിരമായിട്ട് വലത് കൈയിൽ വാച്ച് കെട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ആ വാച്ച് ഒരു ദിവസം ഇടത് കൈയിലേക്ക് നമ്മൾ കെട്ടുകയാണെങ്കിൽ നമുക്ക് ആ വാച്ചിന് ഇതുവരെ ഇല്ലാത്ത ഒരു കനം നമുക്ക് ഫീൽ ചെയ്യും. അതായത് ചേഞ്ച് എന്ന് പറയണത് പെയിൻഫുൾ ആണ്. പക്ഷെ ആ ചേഞ്ചിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് RCMൽ വിജയിക്കാൻ പറ്റുക. RCMൽ അപ്പൊ എന്തൊക്കെ ചേഞ്ച് ആവണം? നമ്മളെ ഡ്രസ്സ്, നമ്മളെ ഭാവം. ഇപ്പൊ ഞാൻ കോട്ടൊക്കെ മുന്നൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് മീറ്റിംഗ് ഹാളിൽ എത്തുന്നതിന് മുന്നായിരിക്കും ഇടാം. പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇതിട്ടിട്ട് പോകും. അപ്പൊ ആളുകൾ വിചാരം ഞാൻ എന്തോ വലിയ ജോലി ചെയ്യണം. ചില സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തോ ജോലിയില്ലേ ഉള്ള രീതിയിലൊക്കെ ചോദിക്കും. അതാണ് മാറ്റത്തോടുള്ള ഭയം. നമ്മൾ മാറ്റിയാല് നമുക്ക് ഏതറ്റവും വരെ വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. നമ്മള് പേടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുമ്പോ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിന്റെ സ്റ്റേജിൽ വന്ന് 2 വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മാറ്റാണ്. അപ്പൊ അതിനൊരു ഭയം നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഭയം അയ്യോ ഞാൻ അടുത്ത ആഴ്ച പറയാം എന്നുള്ള രീതിയിൽ വരുമ്പോ ആ ഭയം കൂടുള്ളൂ, കുറയില്ല. നെക്സ്റ്റ് സർ, ഭൂതകാലത്തിലെ ജീവിതം മറക്കേണ്ടത് മറക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറക്കണം അല്ലെ? ഭൂതകാലത്തിൽ ഞാൻ ഇന്നതായിരുന്നു ചെയ്തിരുന്നത്, ഇന്ന പ്രൊഫഷൻ ആയിരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ RCMൽ വരുമ്പോ ഇവിടെ RCMന്റെ വേറൊരു സിസ്റ്റം ഉണ്ട്. ഇനി മറക്കേണ്ടത് മറക്കുക പറഞ്ഞെന്താണ്? കുറച്ച് കാര്യങ്ങൾ ഓർക്കണം അല്ലെ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു സമയം, നമ്മള് പിന്നോട്ട് അലിയുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ അനുഭവിച്ച ഓരോ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയും. തിരിച്ചു പോകാൻ അറിയണ്ടല്ല, വന്ന വഴി വന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും, അത് ഈ ബിസിനസ്സിന്റെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മളെ ഓരോ സിറ്റുവേഷൻസും നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം. അത് ഉണ്ടാവുമ്പോ എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സുരേഷ് സാർ, അവനവനെ സ്വയം തിരിച്ചറിയുക, നമ്മളെ കുറച്ച് കാണാതിരിക്കുക. എല്ലാവർക്കും ഒരു ഇതാണ്, അയ്യോ ഞാൻ ഇങ്ങനെ കോട്ടിട്ട് കഴിഞ്ഞാല് ആളുകൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഞാൻ കോട്ടിട്ട് ശരിയാവില്ല. എനിക്ക് അധികം തടിയൊന്നുമില്ല. അപ്പൊ ഞാൻ കോട്ടിട്ട് കഴിഞ്ഞാല് ചുള്ളിക്കമ്പില് കോട്ടിട്ട പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. പലർക്കും പല രീതിയിലുള്ള ചിന്താഗതിയാണ് ട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അവനവനെ സ്വയം തിരിച്ചറിയുക, നമ്മളെ കുറച്ച് കാണാതിരിക്കുക. നമ്മള് പൊക്കി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പൊക്കി പറയാ? സജു സാർ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, നമ്മളെ ഫേമസ് ആക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ.
മോഹൻലാലും മറ്റുള്ള നടന്മാരൊക്കെ ഫേമസ് ആക്കാൻ അവർ ഫാൻ പേജ് ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഫേമസ് ആക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ മുന്നോട്ട് പോവുക, നമ്മളെ കുറച്ച് കാണാതിരിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എപ്പോഴും കൊടുക്കുക. കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കുക. ആളോ നിന്നെ കൊണ്ട് പറ്റും, നീ അടിപൊളിയാണ്, നീ സൂപ്പർ ആണ് എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. നിന്നെ കൊണ്ട് എന്ത് പറ്റും. ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആദ്യം പോയ സമയത്ത് എന്താണ് ഭയങ്കര പാടായിരുന്നു എടുക്കാനായിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ സാർ, അടുത്തത്. അമിതമായ ചിന്ത ഒഴിവാക്കാം. അമിതമായ ചിന്ത നമ്മളെ എന്താണ് നാശത്തിലേക്ക് എത്തിക്കും. ഇതൊക്കെ ഓരോരുത്തരെ അറിയാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് സാർ. രണ്ടും എടുത്തോളൂ. ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കരുത്. അതുപോലെ വിജയം വരെ വിട്ടു പോകാതിരിക്കുക. നമ്മുടെ കൂടെ ആര് വന്നു ആരൊക്കെ വന്നില്ല ഒന്നും നോക്കണ്ട. നമ്മള് വിജയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിജയം നമ്മള് എന്താണ് നേടിയെടുക്കുക. നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. എന്റെ കൂടെ ആരും വരാതിരുന്ന സമയത്തും ഞാൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യായിരുന്നു. ഞാൻ സജീവ് സാറിനോട് വിഷമിച്ച് പറയും, എന്റെ കൂടെ ഒന്നും ആരും വന്നിട്ടില്ല സജീവ് സാർ എന്ന് പറയുമ്പോ സജീവ് സാറ് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ വരൂ, ഇപ്പോൾ മാളവിക പങ്കെടുക്കൂ, മാളവിക പങ്കെടുത്ത് മാളവികയുടെ അറിവ് വർദ്ധിപ്പിക്കൂ, ആളുകളോട് ഡീൽ ചെയ്യുന്ന രീതി വർദ്ധിപ്പിക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ, നാളെ ആളുകൾ വരുന്നുള്ള രീതിയിൽ സജീവ് സാറ് എന്താണ് പറയാറുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. നമ്മളെന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തും. ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്റെ ലീഡർ തന്നെയാണ്. കാരണം ഏകദേശം അദ്ദേഹത്തിന്റെ 8 വർഷത്തെ ഫോളോ അപ്പ് ഇന്നും എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 8 വർഷത്തെ ഫോളോ അപ്പിലാണ് ഞാൻ RCM ബിസിനസ്സിൽ എന്ന് നിലനിൽക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരാളെ വിളിച്ച് വരുന്നില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇനി എന്റെ ഇത് വിളിക്കും. ഞാൻ എന്താണ് ഇനി അവനെ വിളിക്കുന്ന പ്രശ്നമില്ല. അവൻ പേരാണ്ട് വെട്ടിയിട്ടു എന്നാണ്. അവന്റെ പേര് എന്ത് ചെയ്തു, ഒരു ഇറുക്കിൽ വെച്ച് മുറിച്ചിട്ടു. അല്ലെ, ഇറുക്കിൽ പിന്നെ കൂടൂലല്ലോ. അതായത് മുറിച്ചിട്ടു ഇറുക്കില്. എന്ത് ഒരു കാര്യമില്ല. നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒരു എന്താണ് കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെത്ര വർഷം മുന്നുള്ള ആളുകൾ വരെയും ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നു. ഇനിയും എന്താണ് 5 വർഷം കഴിഞ്ഞ് വരാനുള്ള ആളുകളടക്കം ലീഡേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നു. കാരണം അവര് വിഷണറി ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ലീഡേഴ്സിന്റെ ഒപ്പം വരാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. അപ്പോ ഈ ഒരു 7 കാര്യങ്ങള് നമ്മള് മാറ്റിയാല് നമുക്ക് ഈ ഒരു ബിസിനസ്സിലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി കൊണ്ടുപോകണമെങ്കിൽ വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഗിരി സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളൊരു കടലാസ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാല് അത് താഴെ വീഴും, മുകളിലേക്ക് പൊന്തി പോവില്ല. ഒരു ബോൾ ഇട്ടാല് അതും താഴെ പോവും, മുകളിലേക്ക് പൊന്തില്ല. വെള്ളം കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഇങ്ങനെ കമത്തിയാല് വെള്ളവും താഴേക്ക് പോവും, അതും മുകളിലേക്ക് പൊന്തി പോവില്ല. കാരണം ഗുരുത്വാകർഷണ ബലം ഉണ്ട് ഈ ഒരു ഭൂമിക്ക്. പക്ഷെ ഈ ഇത്രയും ആളുകളെ കയറ്റി ഈ എയ്റോപ്ലെയിൻ എങ്ങനെയാണ് ഇത്രയും മുകളിൽ പറക്കണത്? എയ്റോപ്ലെയിൻ പറക്കുന്നതിന് അതിന്റെ പിന്നിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിനാണ് ഏവിയേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ ഇതിലാണ് എന്താണ് ഫ്ലൈറ്റ് പറന്ന് പല രാജ്യങ്ങളിലേക്കും പോകുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഫ്ലൈറ്റ് പറക്കാൻ പറ്റുമോ ഈ ഗുരുത്വാകർഷണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു കാര്യം ഇന്നിവിടെ നടക്കുന്ന സമയത്ത്? പക്ഷെ അതിന്റെ ഒരു സിസ്റ്റം അതുപോലെ തന്നെ RCMന്റെയും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കുണ്ട്. അതിൽ നമുക്കറിയാം എല്ലാവരും ആഗ്രഹം RCMൽ ഡയമണ്ട് ആവണം, RCMൽ എത്രയും വേഗം വിജയിച്ച് ഡയമണ്ട് ആവാന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. അത് 21ാമത്തെ സ്റ്റെപ്പ് നമ്മളെ സ്റ്റാർ ഡയമണ്ട് ആണ്. അതായത് ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത സമയത്ത് ഇത്രയധികം വരുമാനം കിട്ടുന്നുള്ള ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നോട് ലീഡേഴ്സ് സജീവ് സാർ പറഞ്ഞൊരു കാര്യം, ഇതിൽ നിലനിൽക്കുകയാണെങ്കിൽ, ഇതിൽ നമ്മള് മുന്നോട്ട് സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ RCM ബിസിനസ്സിൽ ഏറ്റവും വിജയിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ പിൻ ലെവലുകളും അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടെന്ന് സജീവ് സാർ പറഞ്ഞു. അപ്പൊ ഞാനത് ആലോചിച്ചത്, എന്നിട്ട് സിസ്റ്റം 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 എന്ന് കുറെ കേൾക്കുന്നുണ്ട്. പിന്നീട് കൂടുതൽ പഠിച്ചപ്പോഴാണ് നമുക്ക് 21 ഗോൾഡൻ റൂൾസ് നമുക്കുണ്ട്. 21 സ്റ്റെപ്പ് കയറണമെങ്കിൽ 21 ഈ ഒരു നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പൊ അതില് നിയമങ്ങൾ പാലിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ അച്ചീവ്മെന്റുകൾ വരാന്ന് പറഞ്ഞു. അതായത് നമ്മള് ഇപ്പൊ 6 ബേസിക് ഇവിടെ പറഞ്ഞു, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്, ഇത് 3ഉം നമ്മളുടെ സിസ്റ്റമാണ്. ഈ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറാൻ നമ്മുടെ ടീമിൽ ഫോളോ ചെയ്യിക്കുന്ന വ്യക്തികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ ഞാനിവിടെ പറയാൻ വന്നത് 6 ബേസിക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
8 കോർ സ്റ്റെപ്പ് അറിയാവുന്ന കാര്യം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അപ്ലൈനായിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം മനസ്സിലാക്കാം. അതായത് ആ ഒരു ബിസിനസ്സിലെ 6 ബേസിക്കില് നമുക്ക് ചെയ്താൽ നമുക്ക് ഈ ബിസിനസ്സിനെ 21 നിലയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു 21 നില കെട്ടാൻ വേണ്ടി നമ്മൾ 6 ബേസിക് എന്ന് പറയുന്ന ഒരു അടിത്തറ ഈ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. ഇനി അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിനെ കെട്ടിപ്പൊക്കുന്നത് 8 കോർ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. ഇനി 6 ബേസിക് ഇതിന് നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തെന്ന് വിചാരിക്കുക. ബിസിനസ്സിന് ഒരു പ്രശ്നവും വരില്ല. അത് വളരെയില്ല തളരെയില്ല, അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. 8 കോർ സ്റ്റെപ്പ് അങ്ങനെ തന്നെയാണ്. വളരെയും ഇല്ല തളരെയും ഇല്ല. പക്ഷേ 7 കാർഡിനൽ റൂൾസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ബിസിനസ് അവിടെ തകർന്നു പോവാണ് ചെയ്യുക. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കാർഡിനൽ റൂൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ് നമുക്കറിയാം കെട്ടിപ്പോക്കാൻ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ബിസിനസ്സിനെ തകരാൻ വേണ്ടി ആരും വരുന്നില്ല, അല്ലെ, തോൽക്കാൻ വേണ്ടി ആരും വരുന്നില്ല. അപ്പോ നമ്മള് എന്ത് ചെയ്യണം? ഈ ഒരു 7 കാർഡിനൽ റൂൾസ് നമ്മള് ചിലപ്പോ അറിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ അറിയാതെയായിരിക്കും. അറിഞ്ഞിട്ട് ചെയ്യണതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അവരെ വഴിക്ക് പോട്ടെ. പക്ഷെ അറിയാതെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ക്ലാസ്സിൽ കൂടെ ഇതിന്റെ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അവർക്ക് അവരെ ബിസിനസ്സിനെ തകരാതെ കൊണ്ടുപോവുക. അതായത് ഒരു ചില്ല് പാത്രം പോലെയാണ് RCM. നമ്മളത് എങ്ങനെയാണോ നമ്മളെ കയ്യില് ക്യാരി ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. തൃശ്ശൂരിൽ നിന്ന് ബിൽവാര വരെ പോണെങ്കിൽ ട്രെയിനിൽ നമ്മൾ പോകണം. ട്രെയിനിൽ പോണെങ്കിൽ തിരക്കുണ്ടാവും. അപ്പൊ ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ വരും. ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മളെ കയ്യിലെ ചില്ല് പാത്രം ആയിട്ടുള്ള അതിനെ നമ്മൾ ഉടഞ്ഞു പോവാതെ ബിൽവാരക്ക് എത്തിക്കണം. അതാണ് നമ്മളെ ഒരു ഇത് കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മളെ ഒരു 7 കാർഡിനൽ റൂൾസിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ചില്ലുകുപ്പി താഴെ വീഴും, അതായത് തകർന്നു പോകുന്നുള്ളതാ. അപ്പൊ നമുക്ക് നോക്കിയാലോ? അപ്പൊ 7 കാർഡിനൽ റൂൾസ് നോക്കാനായിട്ട് തമ്പടിച്ച് എല്ലാവരും ഒന്ന് 7 കാർഡിനൽ റൂൾസ് നമുക്ക് നോക്കാം. എന്തായാലും RCMല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരുപാട് പേര് എല്ലാവരും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തമ്പടിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും ആക്റ്റീവ് ആണോ, ഇതിലുണ്ടോന്ന് അറിയണം. ഓക്കെ, ഒരുപാട് പേര് തമ്പടിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദി സിസ്റ്റം. അതായത് സിസ്റ്റത്തിൽ പറയാത്തതും അതുപോലെ തന്നെ ലീഡേഴ്സിൽ നിന്നും നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള ഐഡിയകളൊന്നും ഈ ബിസിനസ്സിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും പല മേഖലയിൽ നിന്നാണ് RCMലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലാണ് RCMലേക്ക് കടന്നു വന്നത്. പക്ഷെ പല ആളുകളും മരപ്പണി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവും, വക്കീൽമാരുണ്ടാവും, അതുപോലെ ഡോക്ടർമാരുണ്ടാവും. പല രീതിയിലുള്ള ആളുകൾ, പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിൽ വരും. ഇനി നമ്മൾ വന്ന ആളുകളും നമ്മളുടെ കൂടെ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കൂടെ ഇനി ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരും. അപ്പോ ഈ ഒരു സിസ്റ്റത്തില് നമ്മൾ പലർക്കും പല ഐഡിയകൾ ഉണ്ടാവും. അതായത് നമുക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പുതിയ കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കയറ്റിയാൽ സമാധാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നമ്മൾ പല രീതിയിലുള്ള നമ്മളെ ഐഡിയാസ് ഇതില് ലീഡേഴ്സിന്റെ അനുവാദമില്ലാതെ, ലീഡേഴ്സിന്റെ സമ്മതമില്ലാതെ, ലീഡേഴ്സിനോട് ചോദിക്കാതെ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് വിനയായിട്ട് വരും. അത് എന്തിട്ടൊക്കെയാന്ന് നോക്കിക്കോളൂ കേട്ടാ. അതായത് ഈ ബിസിനസ്സില് നമുക്ക് അറിയാം, നമ്മളെ ഗിരി സാറ്, അതായത് ഗിരി സാറ് പട്ടാളക്കാരനാണ്, അല്ലെ. ഗിരി സാറ് ഇന്ന് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റെടുത്ത് ഇന്ന് നമുക്ക് എല്ലാവർക്കും കരുതലായിട്ടും നമ്മളെ ഗ്രേറ്റ് ഗുരുനാഥനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ ഒരു പട്ടാളക്കാരൻ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ശിക്ഷിക്കും, ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും, അങ്ങനെയുള്ള രീതി. പക്ഷെ RCMല് നമ്മൾ തെറ്റായിട്ട് ചെയ്താല് നമ്മളൊന്നും ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. RCMല് നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. അതായത് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ വരുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഐഡിയകൾ ഉള്ള വ്യക്തികളാണ്. ഐഡിയാസ് നല്ലതാണ്, പക്ഷെ ആ ഐഡിയ അതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് ആയിട്ടുള്ള ഒരു അപ്ലൈന് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ആ അപ്ലൈനോട് ഒന്ന് ചോദിക്കുക. അതായത് ആ അപ്ലൈൻ ചിലപ്പോ ആ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ട വ്യക്തി ആയിരിക്കും, മുന്നേ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ അപ്ലൈൻ എന്ത് പറയും? അയ്യോ, അങ്ങനെ ചെയ്യണ്ടട്ടോ, അങ്ങനെ ചെയ്ത് ഞാൻ മുന്നേ ചെയ്തിട്ട് എനിക്ക് അതിൽ ഒരു തരത്തിലുള്ള ഗുണം കിട്ടില്ല, പക്ഷെ ദോഷമാണ് ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യണ്ട. ഒരു കോളല്ലേ പോവുള്ളൂ, ഒരു കോള് നമുക്ക്
വിളിച്ച് ചോദിച്ച് ആ ഒരു കാര്യം ചെയ്യുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ് ഇത് ഫസ്റ്റ് തന്നെ തുടക്കക്കാര് ആദ്യമായിട്ട് RCMന്റെ ഇത് കേട്ട് RCMല് എന്താണ് ഡ്യൂപ്ലിക്കേഷന്റെയും ബിസിനസിന്റെയും ഒക്കെ ഒരു പവർ മനസ്സിലാക്കി അല്ലെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ മനസ്സിലാക്കി വന്ന് ആദ്യം തന്നെ ചിലരെന്ത് ചെയ്യും, അപ്പൊ തന്നെ ജോലി രാജിവെച്ചിട്ടുള്ള രീതിയിൽ RCMലേക്ക് കടന്നു വരും. ഈ ഒരു ലീഡറോട് ചോദിക്കുകയില്ല, അതിന്റെ കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് വരും, അപ്പൊ പല ആളുകളും മൈൻഡ് ചിന്തിക്കും, അയ്യോ RCMൽ വർക്ക് ചെയ്യണമെങ്കിൽ ജോലി രാജിവെക്കണം. പക്ഷെ RCMൽ വർക്ക് ചെയ്യണ എന്താണ്, വീട്ടിലേക്ക് ഉപ്പും മല്ലിയും മുളക് സാധനങ്ങൾ മേടിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ സിസ്റ്റം. പക്ഷെ അവർക്ക് തെറ്റാനുള്ള ഒരു ചിന്താഗതി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്ന്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഓരോന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഞാൻ ഇത് പറയാൻ പോണ കാര്യങ്ങള് നിങ്ങളെ കുറിച്ചൊന്നല്ല എന്ന് ഞാൻ പറയണില്ല. പലരും നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു അവസരമാണ് ഇവിടെ. അതായത് ചിലര് ഹോം ഷോപ്പിന്റെ ഒക്കെ ഉദ്ഘാടനം വെക്കും. അതായത് ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം വെച്ച് ഉച്ചയ്ക്ക് എന്താണ് സദ്യ, അതായത് ഇലയൊക്കെ ഇട്ട് എന്താണ് കറികളും ഒരു 5-6 കൂട്ടം കറി, ചോറ്, സാമ്പാർ, പപ്പടം എന്നുള്ള രീതിയിൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം വെക്കും. അപ്പൊ അവിടെ വരുന്ന പുതിയൊരു വ്യക്തി ഇത് കാണാണ്. അവിടെ വരുന്ന പുതിയ വ്യക്തി കാണുമ്പോ എന്താണ്, ഓ ഇതിങ്ങനെ വരുമ്പോ ഹോം ഷോപ്പ് ചെയ്യുമ്പോ നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലീഡർമാർക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കണം. നമ്മളെ ടീമിൽ വരുന്ന ആളുകള് പല സാമ്പത്തിക രീതിയിലുള്ള ആളുകളായിരിക്കും. അപ്പൊ സാമ്പത്തിക എന്താണ് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകള് ഇത് വിജയിക്കാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന് അതിനെ ഉൾക്കൊണ്ട് വന്ന് ലാസ്റ്റ് എന്താണ് സദ്യ കൊടുക്കണോ എന്നുള്ള രീതിയിൽ മൈൻഡിൽ വരുമ്പോ എന്തായിരിക്കും അവർക്ക് വരിക, അയ്യോ RCM എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, RCM എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് നല്ലൊരു ലീഡറെ ആയിരിക്കും അവിടെ നഷ്ടപ്പെടണതെന്ന്. അപ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഹോം ഷോപ്പ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളെ ഹോം ഷോപ്പിൽ കാണാം. നിങ്ങൾ തോരണങ്ങൾ കെട്ടിക്കോ, ബലൂൺ കെട്ടിക്കോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മളെ കൂടെ വരുന്ന ഏത് വ്യക്തിക്കും അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നും കൂടി നമ്മൾ നോക്കണം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് ഈ എന്താണ് നല്ല രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മള് എന്താണ് പല രീതിയിലും ഭയങ്കര രീതിയിൽ എന്താണ് ഫുഡ് അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ കാശ് ചെലവ് വരുന്ന കാര്യം വരുമ്പോ എന്താണ് പൈസ ബുദ്ധിമുട്ടുള്ള ആളുകളും എല്ലാവർക്കും ഒരുപോലെയാണ് TCG സിസ്റ്റം തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാനും എല്ലാവർക്കും അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മെച്ചപ്പാടുണ്ടാക്കാനാണ് ഓരോരുത്തർ വരുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട് അവസരമൊക്കെ മനസ്സിലാക്കി ലാസ്റ്റ് വരുമ്പോ എന്താണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ലാസ്റ്റ് കൊടട്ടുടയ്ക്കും. എന്താണ് ഒറ്റയടിക്ക് ആ വ്യക്തി അവിടെ നെഗറ്റീവായിട്ട് പോവാണ്. അപ്പൊ നമ്മളെ ഒരു ഇത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഉണ്ട് അടുത്തതെന്ന് വെച്ചാൽ ഒരു ചിലരുണ്ട് വന്നപ്പോ തന്നെ എന്താണ് ഒരു 6-7 പേരെ അങ്ങോട്ട് സെലക്ട് ചെയ്യും. കുറച്ച് പേരെ ഇന്റർവ്യൂ വെച്ചിട്ട് ഒരു 6-7 പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ കയ്യിൽ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വിൽക്കാൻ വിടും. പലരും ചെയ്യണ കാര്യമായിരിക്കും. എന്ന് വെച്ചാല് ഇത് ഞാൻ പറയുന്നത് US-ന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തോണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ ഇത് എന്റെ വാക്കുകളല്ല, എന്താണ് കോർ ലീഡേഴ്സ് പറഞ്ഞുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയണത്. അപ്പൊ എന്താണ് നമ്മള് ഒരു 5-6 പേരെ നമ്മള് പൈസ കൊടുത്ത് സാലറി വെച്ചിട്ട് നമ്മള് വിൽക്കാൻ വിടും, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വിടും. പക്ഷെ അവിടെ ഒന്നും അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാ. അപ്പൊ അവർക്ക് ജോയിനിങ് കൊടുത്ത് അവര് കുറച്ച് നാൾ ചെയ്യും. പിന്നീട് നമ്മൾ മനസ്സിലാക്കുക അയ്യോ ഇവര് പ്രൊഫഷണൽസ് അല്ല, അല്ലെങ്കിൽ ഇവർക്ക് RCMനെ കുറിച്ച് ഉൾക്കൊണ്ടിട്ടല്ല അവർ ചെയ്യണത്. അതിന് പകരം അവർക്ക് ID കൊടുക്കുകയാണെങ്കിലോ അവരുടെ വീട്ടില് അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യാൻ പറയുകയാണെങ്കിലോ അതൊരു ടീം വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് അവസരമുണ്ട്. ഇനി അതുപോലെ ചിലര് ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനൊക്കെ എന്താണ് ഒരു നോട്ടീസൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് പത്രത്തിൽ കൂടെ അങ്ങോട്ട് കൊടുക്കും. പത്രത്തിൽ കൂടെ കൊടുക്കും. പത്രം നമ്മളെങ്ങനെ എടുക്കുക, രാവിലെ പോയിട്ട് പേപ്പർ എടുക്കും. നമ്മൾ ആ ഒരു പേപ്പറിന്റെ ഉള്ളിലുള്ള എല്ലാ നോട്ടീസും പുറത്ത് തന്നെ ഇട്ടിട്ട് നമ്മൾ പത്രം വായിക്കും, ചായ കുടിക്കും, പോരും. ആ ഒരു നോട്ടീസ് എവിടേക്ക് പോകും, വേസ്റ്റിലേക്ക് പോകും, ആരും കാണില്ല. പക്ഷെ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിനൊക്കെ ഒരു 10-20-30 പേരെ നമ്മള് നേരിട്ട് പോയി ക്ഷണിക്കുകയാണെങ്കിലോ, നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് വരണം കേട്ടാ. നേരിട്ട് പോയി ക്ഷണിക്കുമ്പോ എന്ത് വരും, അവർക്ക് ഒരു ഹൃദയബന്ധം വരും. അയ്യോ അവരെന്നാലും ഇവിടെ വന്ന് വിളിച്ചല്ലേ, ഫാമിലി ആയിട്ട് പോണെന്ന് പറഞ്ഞതാണ്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരാളെങ്കിലും പോയില്ലെങ്കിൽ മോശമാവും എന്നുള്ള ഒരു മൈൻഡിൽ വരുമ്പോ എന്ത് വരും, എല്ലാവരും ആ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ റെഡിയാവും. അപ്പൊ എന്താണ് നമ്മൾ ഹോം ഷോപ്പ് ഉദ്ഘാടനം
അടിപൊളിയായിട്ട് നടത്തും. നോട്ടീസ് വെച്ചതൊന്നും എന്താണ് നല്ല കാര്യമാണ്. ഷോപ്പ് ഉദ്ഘാടനത്തിനൊക്കെ നമുക്ക് നോട്ടീസ് കാര്യങ്ങളൊക്കെ അടിക്കാം. ഹോം ഷോപ്പിന് അല്ലെങ്കിൽ ഹോം മീറ്റിങ്ങിന് നേരിട്ട് എത്ര പേരെ ക്ഷണിക്കുന്നോ അത്ര റിസൾട്ട് നമുക്ക് ആ ഒരു ഹോം ഷോപ്പിൽ അല്ലെങ്കിൽ ഹോം മീറ്റിങ്ങിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധികളാണ്. അപ്പൊ എന്റെ ടീമിൽ ഒരു ആള് വന്നിട്ട് എന്നോട് ആദ്യമായിട്ട് ആള് ബുദ്ധിക്ക് പറയണ ഒരു കാര്യമാണ്. അതായത് നമുക്ക് ആദ്യം RCMന്റെ ഉൽപ്പന്നങ്ങള് ഈ MRP വില DP വിലയിൽ വിട്ട് വിൽക്കാം. എന്നിട്ട് എന്ത് പറയാ, കുറച്ച് നാള് ഇങ്ങനെ DP കൊടുത്തതിന് ശേഷം എന്താണ് പിന്നെ നമുക്ക് എന്താണ് കമ്പനി ഒറ്റയടിക്ക് വില കൂട്ടിയിട്ടാ എന്ന് പറഞ്ഞിട്ട് വില കൂട്ടി കൊടുക്കും. പല രീതിയിലെ ചിന്താഗതി ആളുകൾക്ക്, കുറെ ഐഡിയ വരും ആളുകൾക്ക്. അതായത് ഇത് നശിപ്പിക്കാനുള്ള എല്ലാ ഐഡിയയും ആളുകൾക്ക് വരും. പക്ഷെ ഇത് നശിക്കാതിരിക്കാനുള്ള ഐഡിയാസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ലീഡേഴ്സ് ആണെന്ന് മാത്രം. നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കണം. അപ്പോ എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ. നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയയും വേണ്ട. ഇതിൽ സിസ്റ്റം ഉണ്ട്. 90% സിസ്റ്റം ആണ് വർക്ക് ചെയ്യണത്. 10% മാത്രമേ നമ്മളെ ബുദ്ധിയുള്ളൂ. നമ്മളെ ബുദ്ധി എവിടെ വേണ്ടത്? ഈ RCMൽ, അതായത് നേരത്തെ ആദ്യം കാണിച്ച സ്ലൈഡില് ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് RCMലേക്ക് മാറണോ വേണ്ടോ എന്നുള്ളൊരു ചിന്ത മാത്രമേ 10% ഉള്ളൂ. മനസ്സിലായില്ലേ എവിടെ വരെ ചിന്തയുണ്ട്? 10% മതി. 10% കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ സിസ്റ്റമാണ് ഇതിൽ നമ്മൾ വർക്ക് ചെയ്യണത്. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഇതിൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്ത് ഒരുപാട് ലീഡേഴ്സ് ഇന്ന് കോ ലീഡേഴ്സ് ആയിട്ടും എന്താണ് ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട് ഒക്കെ ഇന്ന് ഈ ഒരു RCM പ്രസ്ഥാനത്തിലുണ്ട്. അവരെല്ലാം ഫോളോ ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റം. അപ്പൊ നമ്മളും അവരെ പോലെ ഇത് ഫോളോ ചെയ്താൽ നമുക്കും നാളെ സ്റ്റാർ ഡയമണ്ടും എന്നുള്ള രീതിയിൽ പൊസിഷനിലേക്ക് എത്താനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ് RCM. സുരേഷ് സാർ അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് നെവർ പാസ് നെഗറ്റിവിറ്റി ടു ഡൗൺലൈൻ ആൻഡ് ക്രോസ് ലൈൻ. ഇത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോയിസൺ ആണെന്നാണ് സുരേന്ദ്ര ഭട്ട് സാർ പറഞ്ഞത്. അതായത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോയിസണ് തുല്യാണ്. അതായത് നമ്മളുടെ എന്താണ് ഡൗൺലൈൻസിനും ക്രോസ് ലൈൻസിനും നെഗറ്റിവിറ്റി കൊടുക്കാന്ന് പറഞ്ഞാൽ അവരൊക്കെ കൊല്ലാന്നുള്ളതാ. ഡൗൺലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റത്തില് മക്കളുടെ പോലെയാന്ന് പറയും. അപ്പോ ഈ മക്കൾക്ക് തന്നെ വിഷം കൊടുക്കാന്ന് പറഞ്ഞാല് അതാണ്, അത് ഏറ്റവും വലിയ ക്രൈമാണ്. അപ്പൊ എന്താ ആ ഒരു കാര്യമാണ് ഇന്ന് പലയിടത്തും എന്താണ് നടന്നു വരാണത് കാണുന്നത്. അപ്പോ നമ്മൾ എന്താണ് നമ്മളുടെ നെഗറ്റിവിറ്റി നമ്മൾ എന്താണ് പറയാതിരിക്കുക, നമ്മൾ പാസ് ചെയ്യാതിരിക്കുക. നെഗറ്റിവിറ്റി നമ്മളിൽ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം നെഗറ്റീവായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. നമ്മളെ എന്താണ് ചർച്ച ചെയ്യേണ്ടത് അപ്ലൈ ലീഡേഴ്സിന്റെ അടുത്തായിരിക്കണം. നമ്മൾ പലപ്പോഴും ഡൗൺലൈൻസിനോട്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ രാത്രി സമയം വീട്ടില് പെട്ടെന്ന് പാമ്പ് വന്നു. പാമ്പ് നമുക്കറിയാലോ പല രീതിയിലുള്ള എന്താണ്, പാമ്പ് നമ്മളെ അറിയിച്ചിട്ടല്ല വീട്ടിലേക്ക് വരിക, അല്ലെ? നമ്മള് പറയാറുണ്ട്. ഗോപകുമാർ സാറൊക്കെ ഇതിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. അഫ്സത്ത് മേഡൊക്കെ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. മേഡം പാമ്പൊക്കെ ഇങ്ങനെ ലെറ്റർ ഇട്ടിട്ടാണോ വരിക വീട്ടിലേക്ക്, അല്ലെ? അപ്രതീക്ഷിതമായിട്ടാണ് വരിക, അല്ലെ? അപ്പൊ ആ പ്രശ്നം വരുന്ന സമയത്ത് നമ്മള് എന്ത് വരും? നമ്മൾ വീട്ടിലുള്ള ചെറിയ കുട്ടീനെയാണോ അയ്യോ ദേടി പാമ്പ് ഒന്ന് തല്ലിക്കൊല്ലുന്നുള്ള രീതിയിൽ എന്താണ് ചെറിയ കുട്ടീനോടാണോ പറയാ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളോടാണോ പറയാ? ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചാൽ മതി. എന്ത് നെഗറ്റീവ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്താണ് ടീമിന് അത് പാസ് ചെയ്യാതിരിക്കുക. എനിക്ക് അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ടീമിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. നപ്പിളിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഞാനാണ് പരിഹാരം കാണേണ്ടത്. അപ്പോ ടീമിന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. പലരും ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാ. 180 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് പല ആളുകളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ടീമിന് നമ്മൾ നെഗറ്റീവ് പാസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മള് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് നെഗറ്റിവിറ്റിക്കാണെന്ന് പറയും. നെഗറ്റിവിറ്റിക്കാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. സജു സാർ ഇന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പറഞ്ഞൊരു കാര്യമാണ്, രമണൻ എന്താണ് അമ്മയെ നന്നാക്കി നോക്കി, അല്ലെ? അമ്മേനെ നന്നായിട്ട് നോക്കി, അല്ലെങ്കിൽ രമണൻ ഭാര്യയെ നന്നായിട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പേപ്പറിൽ പരസ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ ന്യൂസ് വന്നിട്ടില്ല. ശരിയല്ലേ? രമണൻ ഭാര്യ അടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മക്കള് അമ്മേനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് നെഗറ്റീവ് വാർത്തകളാണ് കൂടുതലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി സജീവ് സാറ് പറഞ്ഞു. നമ്മള് ആരോഗ്യം പരന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല, ശരിയല്ലേ? ആരോഗ്യം പരന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല.
പക്ഷെ രോഗം പടർന്നു, കൊറോണ പടർന്നു നമ്മൾ കേട്ടിട്ടുണ്ട് മുന്നേ അല്ലെ, കൊറോണ വന്ന സമയത്ത്. അപ്പോ നല്ല കാര്യങ്ങള് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ഉള്ളിലേക്ക് നല്ലത് കയറ്റണോ വേണ്ടെന്നുള്ളത്, അതായത് വഞ്ചി മുങ്ങണോ വേണ്ടെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. എല്ലാവരും വിചാരിക്കും ഇത് ഇവിടെ നിന്ന് ഈ വഞ്ചി ഇത് അവിടെ നിന്ന് വന്നതിന്റെ ഇടയ്ക്ക്. അതായത് വഞ്ചി എന്ന് പറയുന്നത് നമ്മളെ മനസ്സാണ്. നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നെഗറ്റീവ് ആകുന്ന വെള്ളം കൂടെ വെള്ളം കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾക്ക് തന്നെ അവസരം ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇനി നമ്മള് നെഗറ്റീവായിട്ടാണ് ഇരിക്കണത്, നമ്മൾ കുറച്ച് നമ്മളുടെ ഒരു എനർജി കുറവിലാണ് ഇരിക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടെ ടീമിനോട് നമ്മൾ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ടീമിനെ വിളിക്കുക, പറയാ നമ്മളൊരു എനർജി ഉള്ള സമയത്ത് മാത്രം നമ്മൾ ടീമിനെ വിളിക്കുക. എന്ന് വെച്ച് ടീമിനെ വിളിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. എപ്പോഴും എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാലാണ് നമ്മളെ ടീമിനെ നമുക്ക് പോസിറ്റീവാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. ഇവിടെ പലരും നെഗറ്റീവായിട്ട് ടീമിനോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്ലൈൻ ശരിയല്ല, അപ്ലൈൻ അത് ചെയ്തു തന്നില്ല, അപ്ലൈൻ ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നില്ല, ഹോം ഷോപ്പ് ക്ലാസ് വന്നില്ല, അപ്ലൈന് ഇഷ്ടം പോലെ ക്ലാസ് കൊടുക്കാൻ കാര്യങ്ങളുണ്ട്. ടീമിനോടാണ് ഇത് പറയണത്. അതായത് ഡൗൺലൈൻസിനോട് പറയാണ്, നമ്മുടെ അപ്ലൈ ലീഡർ ഇല്ലേ, നമുക്കൊന്നും ചെയ്തില്ല, ആള് ഒരു ഗുണമില്ലാത്ത ആളാണെന്ന് നമ്മുടെ ടീമിനോട് തന്നെ പറയാണ്. നാളെ ആ ടീമിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ അപ്ലൈ ലീഡറാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഈ അപ്ലൈ ലീഡർ ഓൾറെഡി നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള സമയത്തോണ്ട് അതുകൊണ്ട് എന്ത് വരും, ആ ടീം അംഗങ്ങള് നാളെ ഈ അപ്ലൈ ലീഡർ എന്ത് പറഞ്ഞാലും ചെയ്യില്ല. നമ്മള് വിചാരിക്കുകയാണ് ഇവരെ കൊണ്ടൊക്കെ ഡയമണ്ട് ക്ലബ്ബ് ജയിക്കണം നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടൊന്നും അമ്പിന് വിലിനെ അടുക്കണില്ല. നമ്മള് അടുത്ത ഒരു അപ്ലൈ ലീഡർ എന്നുള്ള രീതിയിൽ നമ്മളെ ലീഡേഴ്സിനെയാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷെ അപ്ലൈ ലീഡേഴ്സിനെ മോശമായിട്ട് നെഗറ്റീവായിട്ടാണ് നമ്മളുടെ ടീമിലേക്ക് ചിത്രം കൊടുത്തിരിക്കുകയാണെങ്കിൽ അവര് ഈ പറഞ്ഞ അപ്ലൈ ലീഡറെ ബഹുമാനിക്കാത്ത വ്യക്തിയായിട്ട് മാറും. കാരണം പഠിച്ചതല്ലേ പാടൂ, മുന്നേ പഠിപ്പിച്ചത് ഇതാണ്. ഈ ലീഡേഴ്സ് ഒന്നും തരുന്നില്ല, ലീഡേഴ്സ് ക്ലാസ് തരുന്നില്ല. ലീഡേഴ്സ് തരുന്നില്ലെങ്കിൽ നമ്മള് ലീഡറായിട്ട് നമ്മളെ ടീമിന് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞത്. ഇനി പല ആളുകളും നെഗറ്റിവിറ്റി ടു ക്രോസ് ലൈൻ, അതാണ് ഇത് അടുത്തൊരു കാര്യം. അതായത് ക്രോസ് ലൈൻ അല്ലേ, എന്റെ ടീം അല്ലല്ലോ. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അപ്ലൈൻ ഉണ്ട്, ഡൗൺ ലൈൻ ഉണ്ട്, ക്രോസ് ലൈൻ ഉണ്ട് ഈ ബിസിനസ്സിൽ. അപ്പോ നമ്മുടെ അപ്ലൈനിലും ഡൗൺ ലൈനിലും വരാത്ത എല്ലാ വ്യക്തികളും നമുക്ക് ക്രോസ് ലൈൻ ആണ്. അപ്പോ പലരും വിചാരിച്ചു വെച്ചിരിക്കണത് ക്രോസ് ലൈനെ ബിസിനസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തകർത്ത് കഴിഞ്ഞാല് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഉദാഹരണം പറയാണ്, ക്രോസ് ലൈൻ ശരിക്കും പറഞ്ഞാൽ ആരാണ്, നമ്മളെ ലവ് ലൈൻ എന്ന് പറയും. നമ്മളെ RCM ബിസിനസ്സില് നമ്മള് ഫ്രണ്ട്സ് ആക്കി നിലനിർത്തേണ്ട വ്യക്തികളാണ് നമ്മളെ ക്രോസ് ലൈൻ. കോമഡി ടീമില് ഒക്കെ കൂടി നിന്ന് കഴിഞ്ഞാല് ഇതിലേതാ ക്രോസ് ലൈൻ, ഇതിലേതാന്നുള്ള രീതിയിൽ ആരാണെന്നുള്ളത് മനസ്സിലാവില്ല. കാരണം അത്ര അധികം അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും കോമൺ കാര്യങ്ങളായിരിക്കും, ബിസിനസ് ആയിരിക്കില്ല. അപ്പൊ ക്രോസ് ലൈന് നമ്മൾ നെഗറ്റീവ് കൊടുക്കാൻ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോ പറൂര് ഷോപ്പ് നടത്തുന്ന മേഡം ആൻസി മേഡം. ഞാൻ വിചാരിക്കുകയാണ് ആൻസി മേഡത്തിന്റെ ബിസിനസ് ഒന്നും എനിക്ക് തകർത്ത് ഇതാക്കണം, എന്നിട്ട് എന്റെ ടീമിനെ ഡെവലപ്പ് ആക്കണം എന്നൊരു മൈൻഡിൽ നമ്മൾ ചിന്തിക്കുമ്പോ ആദ്യം ചിന്തിക്കണം നമ്മളാ നെഗറ്റീവ് ആദ്യം നമ്മളെ ചെവിയിലെ കേൾക്കാൻ വായുടെ അടുത്താണ് ചെവിയുള്ളത്, ആരുടെ, നമ്മളുടെ. അപ്പൊ നമ്മൾ പറയുമ്പോ ആദ്യം കേൾക്കണത് ആരാ, നെഗറ്റീവ് പോയിസൺ ആണ്. ആദ്യം പോയിസൺ പോണത് ആരുടെ ഉള്ളിലിരിക്കുക, നമ്മുടെ ഉള്ളിലേക്ക്. ഞാനത് പറയാണ്, ഒരു ഉദാഹരണം പറയണേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യണ രീതിയിലല്ല പറഞ്ഞത്. അപ്പൊ ആ ഒരു മേഡത്തിന്റെ ബിസിനസ് ആക്കണമെങ്കിൽ ഞാൻ ആ ഷോപ്പിൽ പോയി പറയാം, RCM ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല മേഡം, എന്തിട്ട് ഇത് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ നെഗറ്റീവുള്ള കാര്യങ്ങൾ ആളോട് ഞാൻ പറയാന്ന് വരിക്കും. നാളെ എന്റെ ടീമിലെ ഒരു വ്യക്തി ആ മേഡത്തിന്റെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കും. ആ വ്യക്തി സ്വാഭാവികമായിട്ട് ചോദിക്കും, RCM ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ ചോദിക്കും. നമ്മളെവിടെ നമ്മുടെ ടീമിനെ RCM അടിപൊളിയാണ്, സൂപ്പറാണ്, ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്, 50 ലക്ഷം കിട്ടും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പൊ അവരെന്താ ആ മേഡത്തിന്റെ അടുത്ത് പോവാ. അപ്പൊ ആ മേഡം പറയാം RCM അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് ആള്. അപ്പൊ RCM അങ്ങനെ ഒരു വലിയ ഗുണമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ടീം അവിടെ നിൽക്കുക. അപ്പൊ അവര് പറയാണ്, എന്റെ ലീഡർ പറഞ്ഞത് RCM അടിപൊളിയാണല്ലോ, 50 ലക്ഷം രൂപ വരെ കിട്ടുന്ന കാര്യം എന്നോട് പറഞ്ഞു, കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ലീഡർ ഏതാ, മാളവിക. അപ്പൊ നിങ്ങളുടെ ലീഡർ മാളവിക തന്നെയാണ് എന്നോട് പറഞ്ഞത് RCM ഒട്ടും ശരിയല്ല സംഭവമാണെന്ന്. മനസ്സിലായ? അതായത് നമ്മൾ ക്രോസ് ലൈനിന്റെ ടീമിനെ നശിപ്പിക്കാൻ നോക്കുമ്പോ കറങ്ങി തിരിഞ്ഞ് കർമ്മ ഐസ്യ ബൂമറാങ് എന്നുള്ള രീതിയിൽ
ബൂമറാങ് തിരിച്ച് നമ്മുടെ തലയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇന്ന് പിന്നെ ഗ്രോസറിന്റെ എന്താണ് ബിസിനസ് വളരണേന്നാണ് ഇന്നത്തെ പ്രാർത്ഥന. കാരണം ബോണസ് വരുമല്ലോ അവിടെ നിന്ന്. എന്താണ് ആനുവൽ ബോണസും എന്താണ് എന്താണ് മന്ത്ലി ബോണസും അതൊക്കെ എന്താണ് മൊത്തത്തിലുള്ള ബിസിനസ്സിൽ നിന്നാണ് കിട്ടണേ. അപ്പൊ എന്താണ് എല്ലാവരും ബിസിനസ് വളരട്ടെ. എല്ലാവരും ബിസിനസ് വളരുമ്പോ എന്ത് വരും, നല്ലതാക്കും. ഇപ്പൊ എന്റെ അമ്മായി എന്താണ് ഒരാളുണ്ടെന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യണില്ല അമ്മായി. അപ്പൊ അമ്മായിയുടെ വീടിന്റെ അടുത്ത് എന്റെ ക്രോസ് ലൈൻ ടീം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അത്യാവശ്യം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളാവുമ്പോ ആ ക്രോസ് ലൈൻ ലീഡർ എന്ത് പറയും, ഇത് എന്താണ് മാളവികയുടെ അമ്മായി അല്ലേ, മാളവിക അടിപൊളി ലീഡറാണ്, ആ സെമ്മില് ക്ലാസ് ഒക്കെ എടുക്കുന്ന ലീഡറാന്ന് പറയുമ്പോ എന്റെ അമ്മായിക്ക് എന്താണ് എന്നിൽ ഒരു മതിപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെ ക്രോസ് ലൈൻ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. അപ്പൊ ക്രോസ് ലൈന് ബിസിനസ് തകർക്കാൻ നോക്കണ്ട. അത് തകർക്കാൻ നോക്കുന്ന വ്യക്തികളുടെ ബിസിനസ് ആയിരിക്കും ഭാവിയിൽ തകരാന്നുള്ളത്. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി RCMൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിലെ ഈ പോയിന്റിന്റെ ഏറ്റവും വലിയൊരു കാര്യം. സുരേഷ് സാർ അടുത്തൊരു പോയിന്റ്. ഓക്കെ, നമുക്ക് എത്രയും വേഗം പോണം. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് നെവർ മെസ്സപ്പ് വിത്ത് എനിബഡീസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. അതായത് നമ്മൾക്കറിയാം, നമ്മളെ ഒരു RCM എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, അതില് നമ്മൾക്ക് വലിയ വിജയങ്ങൾ എത്തണമെങ്കിൽ നമ്മളെ കൂടെ ഒരു ടീം ഉണ്ടാവണം. ഇനി ആ ടീമിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ എന്താണ് ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു 7 കാർഡിനൽസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്, മണി, ഈഗോ ആൻഡ് ഫാമിലി. അതായത് പണം അല്ലെ. പണം എന്ന് പറയുമ്പോ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. പണത്തിന് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അറിയാം, ഫ്രണ്ട്ഷിപ്പ് തകർക്കാനും അറിയാം. ബന്ധങ്ങളെ ഉണ്ടാക്കാനും അറിയാം, ബന്ധങ്ങളെ തകർക്കാനും അറിയാം. പണം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതും പ്രശ്നമാവും. പല ആളുകളും ടീമിൽ ഹോം ഷോപ്പ് എടുക്കാൻ വേണ്ടി ലോൺ എടുത്തു കൊടുക്കുന്നു ടീമിന് വേണ്ടി. തെറ്റായിട്ടുള്ള ഒരു സിസ്റ്റം. അവർക്ക് അവരുടെ സ്വമനസാല വേണം അവർ RCMന്റെ ഹോം ഷോപ്പ് തുടങ്ങാൻ. ഇനി പല ആളുകളും ചെയ്യുന്ന നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത്. അപ്പോ നമ്മള് അവരെ ഫാമിലി മണി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതാക്കരുത്. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്യരുത്. ഇപ്പൊ ഞാൻ എന്റെ ടീമിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണെങ്കിൽ നാളെ ഒരു പ്രോഗ്രാം വരുമ്പോ, വലിയൊരു പ്രോഗ്രാമാ, അവർക്ക് വിജയിക്കാനായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം വരുമ്പോ എനിക്ക് അവരെ വിളിക്കാൻ ഒരു മടിയായിരിക്കും, തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ. പല രീതിയിലും വരും. തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും, ചിലപ്പോ ചില സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ നമ്മൾ ഇരിക്കും. അപ്പൊ നമ്മള് അവിടെ ഒരു ബിസിനസ്സിനെ തകർക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് അവര് പൈസ മേടിക്കുകയാണെങ്കിലോ, പൈസ കടം മേടിക്കുകയാണെങ്കിലോ, അപ്പൊ നമ്മൾ നാളെ ഒരു പ്രോഗ്രാമിന് അവർ വിളിക്കുമ്പോ അയ്യോ പൈസ ചോദിക്കാനായിരിക്കും വിളിക്കണം വിചാരിച്ചിട്ട് നമ്മുടെ കോൾ അവർ എടുക്കാതെ വരും. അവിടെ ബന്ധം അവിടെ തകരും, ബിസിനസ് തളരും, ബിസിനസ് തകരും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ബന്ധം എപ്പോഴും നിലനിർത്തി എല്ലാവരും നല്ല ലീഡേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇതിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും പറയാനുള്ളത്. പൈസ വാങ്ങരുത്. രണ്ടാമത്തെ കാര്യം, ഈ വാങ്ങിയാൽ അത്യാവശ്യ സമയം, ഇപ്പൊ ഒരു അപകടം പറ്റി, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കൊണ്ടുപോകണം, RCMന്റെ എനിക്ക് കൊണ്ടുപോകണം. അപ്പൊ കൊണ്ടുപോകുമ്പോ എനിക്ക് അവരിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ല, ഞാൻ പൈസ എടുക്കണം. മനസ്സിലായി? അപ്പൊ അത് അവരറിഞ്ഞ് തിരിച്ചു തരുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മള് എപ്പോഴും വാങ്ങിയാൽ തന്നെ, നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യസമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. മാസാവസാനം ആകുമ്പോ അച്ചീവ്മെന്റ് വരാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ ബില്ലടിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും, കമ്മീഷൻ വന്നിട്ട് തരും. പല രീതിയിലും നമ്മൾ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. കറക്റ്റ് സമയത്ത് നമ്മളത് കമ്മീഷൻ വരുമ്പോ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. നമ്മളെ പൈസ സംബന്ധമായിട്ട് നമ്മളെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഡൗൺലൈൻസിന്റെ കയ്യിൽ നിന്നും പൈസ കടം മേടിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വന്നത്. അതില് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഇനി കറക്റ്റ് സമയത്ത് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊന്ന് പറയണം. ഇങ്ങനെ ഒരു കാര്യം സിറ്റുവേഷൻ കാരണം കൊണ്ടാണ് എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ എന്റെ ദിവസം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കണം. അതായത് അവർക്ക് അവിടെ നമ്മുടെ വാല്യൂ അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുക. നമുക്ക് അവര് ഫോൺ വിളിക്കുന്നതിന് മുന്നേ ഒരു പടി മുന്നേ നമ്മള് അവിടെ വിളിച്ച് പറയണം. മാക്സിമം മേടിക്കാതിരിക്കുക, അതാണ് ഏറ്റവും എളുപ്പം. ഇനി പല ആളുകളുണ്ട്, നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോകുമ്പോ എവിടെങ്കിലും ഒരു എൻട്രി ഫീസ് ഉണ്ട്, എൻട്രി ഫീസ് കൊടുക്കും. ലീഡർ കൊടുത്തോ, ലീഡർ കൊടുത്തോ, ഞാനേ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ലാസ്റ്റ് തരാം. ആ ലീഡറൊപ്പം ഒരു 10 പേര് പോയിട്ടുണ്ടെങ്കിൽ ഒരാള് ഇത് ചെയ്യുന്ന കണ്ടാല്
എല്ലാവരും എന്ത് പറയും? ലീഡറെ ഒരു കാര്യം ചെയ്യേ, അപ്പൊ എന്നാ പിന്നെ എന്റെ കൂടെ കൊടുത്തോ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണക്ക് പറഞ്ഞാൽ മതി. അതായത് നമ്മളെ എപ്പോഴും നമ്മളെന്താണ് ലീഡേഴ്സിനെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നേക്കുന്നത്. അപ്പൊ എന്ത് വേണം, എല്ലാവരുടെയും പൈസ എന്താണ് ഓരോരുത്തർക്കും എടുക്കുക. അപ്പനാന്ന് പറയും എവിടെ പോകുമ്പോഴായാലും ലീഡേഴ്സിന്റെ ഒപ്പം. നമ്മളുടെ എന്താണ് സ്വയം പര്യാപ്തതയാണ് ആർസ്യം പഠിപ്പിക്കണേ. അപ്പൊ നമ്മളുടെ കാര്യം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ ലീഡേഴ്സിനെ നോക്കി നമ്മൾ എന്താണ് ലീഡേഴ്സ് ഉണ്ടല്ലോ എന്നുള്ള രീതി നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഈ ഒരു വ്യക്തി ചെയ്യാൻ ഒരു 10-15 പേര് ലീഡറെ കൂടെ പോയ ആളുകള് ഈ എൻട്രി ഫീസ് ലീഡറോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ പറഞ്ഞ ടൂറൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് വേണം, എന്താണ് എപ്പോഴും എല്ലാവരും ഒരുപോലെ നിക്കണം എന്നുള്ളതാണ്. അപ്പൊ മണി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പ്രശ്നമാകാനായിട്ട് സാധ്യത ഏറ്റവും കൂടുതലുള്ള സാധനം. അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇതാക്കാം. ഇനി അടുത്തതാണ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈഗോ എന്ന് പറയാ നമ്മളെ മറ്റുള്ളവർക്ക് ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. TCG പറഞ്ഞത് എല്ലാവരും നല്ല മനുഷ്യനാവാന്നുള്ളതാണ്. അപ്പോ ഇതൊരു വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ്. ഒരു വ്യക്തിനോട് നമ്മൾ പൊതു സ്ഥലത്ത് നമ്മളൊരു കാര്യം അവരുടെ ചേഞ്ച് വരുത്തണം നമ്മൾ ആഗ്രഹിച്ച് പറയുകയാണെങ്കിൽ 3 സെക്കൻഡിനുള്ളിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം അവരോട് നമ്മൾ പറയേണ്ടത്. 3 സെക്കൻഡിൽ. അതായത് ഇപ്പൊ എന്റെ മുടി ഇങ്ങനെ കിടക്കുകയെന്ന് വിചാരിക്കും, എന്റെ മുടി ഇതിങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ എന്റെ പൊട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചപ്പോ ഇങ്ങനെയായിരുന്നു ഇരിക്കുക. അപ്പൊ ഒരു മേഡം എന്ന് പറയാന്ന് വെച്ചാല്, മേഡം പൊട്ടത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടാ, നീ പൊട്ടൊന്ന് ശരിയാക്കിക്കോളൂ എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ 3 സെക്കൻഡിനുള്ളിൽ മാറ്റാം. മനസ്സിലായ? പക്ഷെ അവർ പറയണ നിനക്ക് മുടി അത്ര ഇല്ലല്ല, മുടി ശരി എന്നാണ്. അവർ ഈഗോനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഈഗോ ഹേർട്ട് ചെയ്താൽ അത് ഏറ്റവും വലിയ ഇതാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഈ ബിസിനസ്സിൽ നമ്മൾക്ക് ആളുകൾ എപ്പോഴും നമ്മളോട് ഒപ്പം നിൽക്കണം. നമ്മളുടെ ഒരു ടീം ഉണ്ടാവണം. ടീം ഇല്ലാത്തവൻ വട്ടപൂജ്യം. ഒരുപാട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാം, എല്ലാ ഇതും അറിയാം. പക്ഷെ ടീം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ടീമിനെ നിലനിർത്തണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരോട് നമ്മളെന്താ പറയാതിരിക്കുക പൊതുവായിട്ട്. ഇനി അവരോട് ലീഡേഴ്സ് തിരുത്താറുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് വന്ന ഒരു പോരായ്മകളും കാര്യങ്ങളും എന്റെ ലീഡർ പറഞ്ഞു തരും. എന്റെ ലീഡർ എനിക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അത് എന്നെ ഡെവലപ്പ് ആക്കാനാ. അവിടെ ഈഗോ ഹേർട്ട് ആവണ്ട. നമ്മുടെ ലീഡേഴ്സ് നമ്മളെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ ലീഡേഴ്സ് ഒരിക്കലും നമ്മൾ മോശമാവണം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞു തരില്ല. ഇനി നമ്മൾ ഒരുപാട് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ആർസിഎമ്മിൽ വരിക. കുട്ടികളുണ്ടാവും, ഹസ്ബൻഡ് മാത്രം ചെയ്യുന്ന ഭാര്യമാര് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടാവും, ഭാര്യമാര് ചെയ്യുന്ന ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാതെ ഭാര്യമാര് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതിൽ ഞാനിവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ട് ബിൽവാരി പോയപ്പോ ഒറ്റയ്ക്കാണ് പോയത്. ഒറ്റയ്ക്ക് ഞാൻ പോയെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ആ ഒരു ബിൽവാരി യാത്രയ്ക്ക് എന്നെ വിട്ടത് ആർസിഎം എത്രത്തോളം ഒരു പെൺകുട്ടീനെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടാണ്. അത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഫീൽ ചെയ്ത ആളുകൾ മാത്രം ഒന്ന് തമ്പടിക്കാം. കാരണം ആർസിഎമ്മിന്റെ ഒരു പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ ഇത്ര ലേറ്റ് ആയാലും അവർ അത്രയ്ക്കും സേഫ് ആയിട്ടായിരിക്കും ആർസിഎം എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ മുന്നോട്ട് പോവാന്നുള്ളത് ഫാമിലിക്ക് ബോധ്യപ്പെടണം. അതിന് എപ്പോഴും അപ്ലൈൻ ലീഡർ ആ ഒരു ഫാമിലി ആയിട്ട് നല്ല റിലേഷൻ വെക്കുക. അവരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. നമ്മളതിൽ ഇടപെട്ട് അത് നശിപ്പിച്ച് കൊള്ളാക്കരുത്. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനം എടുക്കാനുള്ള രീതിയിൽ. ഇനി നമ്മളുടെ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അവരുടെ പ്രശ്നത്തിൽ ഇടപെടാം. അല്ലാതെ ഫാമിലി കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ആർസിഎം ബിസിനസ്, നമ്മൾ ബിസിനസ്സാണ് പറയേണ്ടത്, ബിസിനസ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ഫാമിലിയിൽ ഇനി അവർക്ക് നമ്മളോട് പറയാനായിട്ട് ഫ്രീ മൈൻഡഡ് ആണെങ്കിൽ അവർ പറയട്ടെ, നമുക്ക് കേൾക്കാം. നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം ഉണ്ടാവില്ല, പക്ഷെ കേൾക്കുന്നതായിരിക്കും അവര് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമുക്ക് നമ്മൾ എപ്പോഴും ഒരു വ്യക്തിനെ, നമ്മുടെ കൂടെ വരുന്ന വ്യക്തികളെ നിലനിർത്തി കൊണ്ടുപോവാൻ അവരെയൊക്കെ മണി ആയിട്ടോ ഈഗോ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഫാമിലി നമ്മൾ ഇങ്ങനെ ചൊരന്ന് ചോദിക്കുന്ന രീതിയിലോ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ
ഫ്രീ ആക്കുക. എല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ചിട്ടാണ് പല ജോലിന്നും ഇന്ന് RCMലേക്ക് കടന്നു വരുന്നത്. പക്ഷെ RCMൽ വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു എന്താണ് സമാധാനവും സന്തോഷവും ഹാപ്പിനെസ് ആണ് എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവരെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഏതറ്റം വരെ നമ്മുടെ ടീം നമ്മളോടൊപ്പം ഉണ്ടാവും. സുരേഷ് സാർ നെക്സ്റ്റ്. അടുത്താണ് നെവർ ക്രിട്ടിസൈസ്, കണ്ടം ആൻഡ് കംപ്ലൈന്റ്. ഇത് ഏറ്റവും രസമുള്ള ഒരു കാര്യമാണ്. ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാം. ഇന്ന് കുറ്റം പറയുന്ന പല രീതിയിലും നമുക്ക് കുറ്റം പറയുന്ന ആളുകൾ ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം റിലേഷനെ നശിപ്പിക്കും. നമുക്ക് ഇഷ്ടമാണോ നമ്മളെ എന്ത് കാര്യം പറഞ്ഞാലും കുറ്റം പറയുന്ന ആളുകളെ നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് അവരെ അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് പറയും, അയ്യോ വിട്ടോട്ടാന്നുള്ള രീതിയിൽ, വേഗം പോവാന്നുള്ള രീതിയിൽ എന്തായിരിക്കും നമുക്ക് അവിടെ നിന്ന് തടി തപ്പണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും ഉണ്ടാവാന്ന്. അപ്പൊ എപ്പോഴും എന്ത് കാര്യവും പറയുമ്പോഴും കുറ്റം പറയാം. അതായത് പ്ലാൻ മാറിയപ്പോ അയ്യോ പ്ലാൻ മാറിയത് ശരിയായില്ല, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ എപ്പോഴും നമ്മള് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മളിൽ ഉണ്ടാക്കുക. നമ്മളുടെ റിലേഷനെ ബാധിക്കും. നമ്മളെ ടീമിലെ എന്ത് കണ്ടാലും ടീമിനെ നമ്മൾ കുറ്റപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. എപ്പോഴും നമ്മളെ ടീമിനെ വളരെയധികം കെയറിങ്ങോട് കൂടി കൊണ്ടുപോകണം. എന്നാൽ അവർക്ക് തിരുത്തേണ്ട സമയത്ത് അവരെ തിരുത്താൻ വേണം. സാറ് മുന്നേ ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RCMൽ പല കാറ്റഗറി ഉണ്ടെന്ന് വെച്ചാല് പട്ടാള ചിട്ട എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല, ഫ്രീ ആയിട്ട് എല്ലാരും വിടുക എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഒരു അച്ഛൻ മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെ നോക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എന്ത് വേണം, RCM ബിസിനസ്സിൽ നമ്മുടെ ടീമിനെ കൊണ്ടുപോകാൻ പറ്റണം. ഒരച്ഛൻ മക്കളെ നോക്കുമ്പോ അല്ലെങ്കിൽ അമ്മ മക്കളെ നോക്കുമ്പോ എന്തായിരിക്കും, അവരുടെ നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയും, അവർക്ക് തെറ്റാണെങ്കിൽ തെറ്റ് പറയും. ചൂണ്ടിക്കാണിക്കണ എന്തുകൊണ്ടാ? അവര് മോശാവാനാ? അല്ല, അവര് നന്നാവാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുക. അപ്പൊ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പോരായ്മകളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് അതൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലീഡേഴ്സ് തരുന്ന ഒരു കാര്യം. അത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് RCM ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. RCMൽ വിജയിക്കണമെങ്കിൽ നമ്മളെന്താ എല്ലാത്തിലും വെള്ളം പോലെ ആവണം എന്നാണ് പറയാ. അത് വെള്ളത്തിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. അത് എവിടെയാണ് ഒഴിക്കുന്നത്, അത് നിലത്താണ് ഒഴിക്കണമെങ്കിൽ പരന്ന് കിടക്കും. ഒരു ഗ്ലാസ്സിലാണ് ഒഴിക്കണത്, ഗ്ലാസിന്റെ രൂപത്തിലേക്ക് അത് മാറും. ലീഡേഴ്സ് എപ്പോഴും ഒരു വെള്ളത്തിന്റെ പോലെ ആവണം. അവര് ഫ്ലെക്സിബിൾ ആയിട്ട് മാറണം എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻ നശിപ്പിക്കും. നേരത്തെ പറഞ്ഞു, സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കും. അതായത് നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് കൂടുതലും കേൾക്കുന്നത് നമ്മളും കുറ്റങ്ങൾ തന്നെയായിരിക്കും കേൾക്കുക. നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ നമ്മളെ ടീം അംഗങ്ങൾ നമ്മളെ കുറിച്ച് പറയും. കാരണം അവർക്ക് ലീഡർ എന്ന് പറയുന്നത് സ്ഥാനത്ത് നമ്മളാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് മാക്സിമം കുറച്ച് കൊണ്ടുവരിക. അതൊക്കെ ഉള്ളിൽ നമ്മുടെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അതിന്റെ തോതിനെ എത്ര വേഗം കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മളെ അച്ചീവ്മെന്റിനെ അത് ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ അച്ചീവ്മെന്റിനെയും അത് നമ്മൾ ബാധിക്കും. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്ന് പറയുമ്പോൾ അവരെ ആകർഷിക്കുന്ന ആളുകൾ കുറ്റം പറയുന്ന ആളുകളായിരിക്കും. അതായത് നമുക്കൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാലുവേദനയും മുട്ടുവേദനയും തലവേദനയും തണ്ടലവേദന ഒക്കെ വേദനയുള്ള ആളുകളൊക്കെ കൂടെ ഒരു റൂമിലുണ്ടാവും. അതായത് ഒരേ മനസ്സുള്ള കാറ്റഗറി ആളുകൾ ഒരു റൂമിൽ ഉണ്ടാവും എന്നുള്ളതാ. അപ്പൊ അതുപോലെ നമ്മളെ ഒരു എൻവയോൺമെന്റും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ക്രിട്ടിസൈസ് ആയിട്ട് മാറും നമ്മൾ കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിൽ. ഇനി കണ്ടം, നമ്മൾ അപലപിക്കുക, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് കയ്യിൽ പൈസ ഇല്ലേ, എനിക്ക് ഇത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാല് അയ്യോ പ്രോഗ്രാമിന് പോകാൻ പൈസ ഇല്ലേ. അപ്പൊ നമുക്ക് അത് പല കാര്യങ്ങളിലും നമ്മൾ അപലപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. എല്ലാവരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റാന്നുള്ളതാണ് ഇതിന്റെ ഒരു സിസ്റ്റം പറയുന്നത്. അപലപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും നിഷേധിക്കുക, എതിർക്കുക, അല്ലെങ്കിൽ എനിക്ക് അത് പറ്റില്ല, എനിക്ക് അത് പറ്റാത്തത് കൊണ്ടാ. അതായത് ഒരാളോ വിജയിക്കാൻ RCM ബിസിനസ്സിൽ വിജയിക്കാൻ ഒരുപാട് അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ സജീവ് സാറിനൊക്കെ പറ്റും. സജീവ് സാറിന് ഒമിനി ഉണ്ടല്ലോ, ഒമിനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സജീവ് സാർ എന്ത് ചെയ്തു, സുന്ദര സാറിനെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു സുന്ദര സാറിന് ഓട്ടോറിക്ഷയുടെ ആ ഒരു സീറ്റ് അടിയുന്ന ആ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ വെച്ച് ആൾക്ക് വിൽക്കാം, അവസരം ഉണ്ടെന്ന് ആൾക്ക്. അപ്പൊ സുന്ദര സാറിനെ വിട്ട് ഷൈൻ ബാബു സാറിനെ കാണിച്ചു കൊടുത്തു. ഷൈൻ ബാബു സാറിനെ കാണിച്ചു കൊടുത്തപ്പോ ഷൈൻ ബാബു സാറിന് ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ കൊണ്ട് വിൽക്കാം. എന്ത് പറഞ്ഞാലും
എന്താണ് നിഷേധിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും പറ്റും, എനിക്ക് പറ്റില്ല. എല്ലാവർക്കും പറ്റുമെങ്കിൽ നമ്മൾക്കും പറ്റുന്നുള്ളതാണ് ഈ ഒരു RCMന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കണ്ടം ചെയ്യാതിരിക്കുക, നമ്മള് ഒരാളെ കോൺഫിഡൻസിനെ തകർക്കുന്ന രീതിയിൽ ഒരു കാര്യവും നമ്മൾ പറയാതിരിക്കുക. എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറാന്നുള്ളത് TCGയുടെ ലക്ഷ്യം തന്നെ എന്താണ്, സ്വപ്നം തന്നെ അതാണ്. എല്ലാവരും ഒരുപാട് നല്ല മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ RCMലൂടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, RCMൽ ഒരു ബോസ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മള് തന്നെയാണ് നമ്മളെ ബോസ് വരുന്നത്. അടുത്ത ഒരു പോയിന്റ് ആണ് കംപ്ലൈന്റ്. ക്രിട്ടിസൈസ്, കണ്ടന്റ്, കംപ്ലൈന്റ്. അതായത് പരാതി പറയുക. പരാതി പെട്ടീനെ ആർക്കും ഇഷ്ടമല്ല. പരാതി പെട്ടി എന്ന് പറയുമ്പോ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മുടെ ലീഡേഴ്സിനോട് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കോൾ ചെല്ലുമ്പോൾ ലീഡേഴ്സിന് തന്നെ ഒരു അരോചകത്തായിരിക്കും. വിളിക്കുന്നുണ്ട് പരാതി പെട്ടി എന്നുള്ള രീതിയിൽ. പരാതി നമുക്ക് പറയാം, അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചോദിക്കണ്ടേ. സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് എന്തിട്ട് ഈ പ്രശ്നം വന്ന് ഇനി ഇത് എന്തിട്ട് ചെയ്യണ്ടേ ഉള്ള രീതിയിലല്ല ചോദിക്കുക. അത് നമ്മൾ വിളിക്കുക, സാർ നമസ്കാരം, ഞാന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്താണ് എപ്പോഴും പരാതി പറയുന്ന വ്യക്തികളെ നമുക്ക് ഇഷ്ടമാണോ? മായാദേവി മാഡത്തിന് ഇഷ്ടമാണോ എപ്പോഴും പരാതി പറയുന്ന ആളുകളെ? എനിക്കിഷ്ടല്ല, അല്ലേ? അല്ല എന്നാണ് ആള് പറഞ്ഞത്. എന്താണ്, നമുക്ക് പരാതി പറയുന്ന ആളുകൾ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ പരാതി പറയുമ്പോ മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടാവോ? നമ്മൾക്ക് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവണമെങ്കിൽ, RCMൽ വിജയിക്കണമെങ്കിൽ നമ്മൾ പരാതി പറയാത്ത വ്യക്തിയാണ്. പരാതി, അതായത് 45% ഷെയർ നമ്മൾക്ക് എന്താണ്, പാർട്ട്ണറാണ് നമ്മൾ RCM കമ്പനിയുടെ. 45%. അപ്പൊ ആരാണ്? മുതലാളിയാണ് കമ്പനി. 45% എടുക്കും, നമുക്ക് 45% തരും. നമ്മൾ ആരാ? കമ്പനിയുടെ മാലിക്കാണ്. മാലിക് ഒരിക്കലും അവരെ കമ്പനിയെ കുറിച്ച് എന്താണ് കുറ്റം പറയില്ല, പരാതി പറയില്ല, അപലപിക്കില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും മാലിക്കാണെന്ന്. അപ്പൊ നമ്മൾ ആ മാലിക്കിന്റെ മൈൻഡ് സെറ്റിലേക്ക് വരിക. സുരാജ് സാറ് അടുത്തത്, ഡോണ്ട് ഡിസ്കസ് യുവർ ബിസിനസ് വിത്ത് ക്രോസ് ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്ലൈൻ ഉണ്ട്, നമ്മളെ കൊണ്ടുവന്ന വ്യക്തികളും അതിന് മേലെ നമുക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. രണ്ടാമതാണ് ഡൗൺലൈൻ എന്ന് പറയുന്നത്, നമ്മളുടെ ശേഷം ജോയിൻ ചെയ്ത ആളുകൾ. അപ്പോ ഇവര് എന്ന് പറയുമ്പോൾ നമ്മളെ ടീമാണ്, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന അപ്ലൈനും ഉണ്ട്, ഡൗൺലൈനും ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഉള്ളൊരു ലൈനാണ് ക്രോസ് ലൈൻ എന്ന് പറയുന്നത്. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട്, ആ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാ. അപ്പൊ ക്രോസ് ലൈനിന്റെ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊരു പരിധി വരെയാണ് ക്രോസ് ലൈൻ ആയിട്ടുള്ള റിലേഷൻ, ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മളത് നിർത്താൻ പാടുള്ളൂ. നമ്മളെ ബിസിനസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മളെ ബിസിനസിനെ കുറിച്ച് ബോധ്യമുള്ള വ്യക്തികളോടായിരിക്കണം. പല ആളുകളും ഈ ചാർജർ ഉണ്ടല്ലോ, ചാർജർ, ഈ പവർ ഇല്ലാത്ത ചാർജറിന്റെ ഇതിലേക്കാണ് കൊണ്ട് കണക്ട് ചെയ്യുക നമ്മളെ. അതായത് നമ്മൾക്ക് ചാർജ് തരുന്നതും നമ്മളെ ബിസിനസ് അറിയാവുന്നതും നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ അപ്ലൈൻ ലീഡറാ. അപ്ലൈൻ ലീഡർ ഒരിക്കലും നമുക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും പറയില്ല. പക്ഷെ നമ്മൾ ബിസിനസ് പലരും ചോദിക്കുന്നത് ക്രോസ് ലൈനോടും ഷോപ്പിലുള്ള ആളുകളോടാ. അപ്പൊ നമ്മള് എന്താണ്, നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മുടെ വരുന്ന ടീമും ഇതേ കാര്യം തന്നെ ചെയ്യാനായിട്ടുള്ളത് വരുന്നു. നമ്മൾ ലൈൻ ലീഡേഴ്സിനോട് എന്താണ് മാത്രമാണ് നമ്മുടെ ബിസിനസ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതില് നമ്മൾ ക്രോസ് ലൈനോട് ബിസിനസ് ചോദിക്കാതെ എന്താണ് പറയോ, അവര് കേൾക്കോ, എന്താണ് അവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കേ വേണ്ട. അവര് നമ്മളോട് ബിസിനസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, മാഡം 7 കാർഡിനൽ റൂൾസ് ഞങ്ങൾ കേട്ടതാണ്, അതിൽ 5ാമത്തെ പോയിന്റ് ക്രോസ് ലൈനോട് ബിസിനസ് ചെയ്യേണ്ട ആവശ്യം, എന്താണ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി മാഡത്തിന് എന്റെ ബിസിനസിനെ അല്ലെങ്കിൽ സാറിന് എന്റെ ബിസിനസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ അപ്ലൈൻ ലീഡറെ സാറായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്ലൈൻ ലീഡർ പറഞ്ഞു തരും എന്റെ ബിസിനസ്സിൽ എത്ര പേര് ഡയമണ്ട് ക്ലബ് ഉണ്ട്, എത്ര പേര് എന്താണ് ടീമില് വന്നിട്ടുണ്ട്, മേഖലയിൽ എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അപ്ലൈൻ ലീഡർ പറഞ്ഞു തരും. നമ്മളെ കൈ ഇപ്പോ എന്താണ് ഡൗൺലൈൻസിനെ കുറിച്ച് നമ്മൾക്ക് എന്താണ് നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് എപ്പോഴും നമ്മൾക്ക് വേണ്ടത്. അവരെ നമ്മൾ കെയറിങ് മെന്റാലിറ്റിയാണ് വേണ്ടത്. അപ്ലൈനോട് എപ്പോഴും നമുക്ക് ബഹുമാനം, സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. പല ആളുകളും അപ്ലൈനോട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും എന്താണ്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് RCM ബിസിനസ്സിൽ. ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും അപ്ലൈനെ ടീമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണേ. പക്ഷെ നമ്മള് ടീമിനെ അപ്ലൈന്റെ അടുത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവിടെയാണ് അപ്ലൈന് വാല്യൂ കൊടുക്കുക, അവിടെയാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവണേ. ഞാനല്ല എന്റെ ബിസിനസ് ഡെവലപ്പ്, ഞാനൊരു പ്ലാറ്റിനം അച്ചീവറാ. എന്റെ ഒരു അച്ചീവ്മെന്റിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആണ്. അത് ഞാൻ എവിടെയും എന്താണ് ആണി അടിച്ച് പറയുന്ന ഒരു കാര്യമാണ്.
അപ്പൊ നമ്മള് നമ്മുടെ ലീഡേഴ്സിനെ ബഹുമാനിക്കുക. നമ്മളെ ബിസിനസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ലൈനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരെ ബിസിനസ് നമ്മൾ ചോദിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര കമ്മീഷൻ വന്നു, ഇതൊക്കെ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പേര് ഡയമണ്ട് ക്ലബ് ചെയ്യേണ്ടതൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്, നമ്മൾക്ക് എന്താണ്, നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാതെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പോ ക്രോസ് ലൈൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബന്ധം നമുക്ക് ആവശ്യമില്ല, ഫ്രണ്ട് ആക്കിയാൽ മതി. അപ്പൊ നമ്മള് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നെവർ യൂസ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഇൻ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ ആൽക്കഹോൾ, അതായത് മദ്യം, പുകവലി കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. RCM എന്ന് പറഞ്ഞ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു എന്താണ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്താ ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു ഇന്ത്യ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് അത് ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇപ്പൊ നമ്മള് ഒരു ക്ലാസ്, ലീഡേഴ്സ് ആണ്, ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ എന്താ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പുകവലിക്കേണ്ട ആവശ്യമില്ല, മദ്യപിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്, എന്താണ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് RCM നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളത് ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റിനാന്ന് മനസ്സിലാക്കണം. ഇനി ഒരു മദ്യപാനി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് ഉണ്ടായി വരുന്നതല്ല. അതായത് മഴവെള്ളം, അതായത് മഴ പെയ്യുന്ന ഡ്രോപ്പ് അത് എവിടെയാണോ വീഴുന്നത് സ്ഥലത്തെ വെള്ളമായിട്ട് ആ മഴവെള്ളം മാറുകയാണ് ചെയ്യുക. അപ്പോ നമ്മള് എന്താണ്, മഴവെള്ളം എവിടെയാണ് വീഴുന്നത് അത് മഴവെള്ളം അതായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോ നമ്മള് എന്താ, ആ ഒരു വ്യക്തി തന്നെ ഉണ്ടാവണല്ലാന്ന്, ആ ഒരു ഏത് കൂട്ടായ്മയിലാണ് ഒരു വ്യക്തി ഉള്ളത്, ആ കൂട്ടായ്മയിലെ എല്ലാ എന്താണ് സ്വഭാവം ആ വ്യക്തിയിൽ പ്രതിഫലിക്കുന്നുള്ളതാ. അപ്പൊ RCM എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കൂട്ടായ്മയാണ്. RCM എന്ന് പറയുന്ന RCM ലഹരി തന്നെയാന്ന് പറഞ്ഞാല് RCM ലഹരി ഉണ്ട്. RCM ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്, RCM വിജയമാണ്, RCM ഓരോ അച്ചീവ്മെന്റുകളാണ് നമ്മൾക്ക് ലഹരിയായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് വരുമ്പോ ബാക്കിയെല്ലാം അവിടെ എന്താണ് പുറന്തള്ളപ്പെടുകയാണ്. ശരിയല്ലേ? ഒത്തിരി ആളുകൾ RCM ബിസിനസ്സിൽ കൂടെ ട്രാൻസ്ഫോർമേഷൻ വന്നുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്, എന്താണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ സ്മോക്കിങ്ങും അതുപോലെ ആൽക്കഹോളും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ എന്താണ് മദ്യം വിൽക്കുന്ന ഒരു കാര്യം എന്താണ് സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. RCM ഇത് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ PV എന്തായിരിക്കും, ഇന്ന് വന്ന സ്റ്റാർട്ടർ വരെയും എന്താണ് ഒറ്റ ദിവസം കൊണ്ട് ആരാവും, റോയൽറ്റിയും സ്റ്റാർലിക്കും റോയൽറ്റിക്കും ഒക്കെ കയറാനായിട്ട് പറ്റുന്നു, പുതിയ വ്യക്തികൾക്ക് വരെ. കാരണം ഈ മദ്യം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് RCM വരികയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ പുകയില മദ്യം എന്ന് പറഞ്ഞുള്ള രീതിയിലൊന്നും RCM ബിസിനസ്സിൽ കൊണ്ടുവരാത്ത എന്തുകൊണ്ടാ, ഇവിടെ ഒരു പ്യൂരിറ്റി ഉണ്ട് ഈ ബിസിനസ്സിന്. അതായത് ഈ ബിസിനസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വം ഉണ്ട്. അതായത് ഇന്ന് ആളുകളെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നമ്മൾ TCG പഠിപ്പിക്കുന്നത്. അപ്പോ അത് ഇതില് ഒരിക്കലും എന്താണ്, ബിസിനസ് എത്ര PV വരുന്നുണ്ടെന്ന് നോക്കിയിട്ടല്ല അത് ചെയ്യണത്. ആ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നു നോക്കിയിട്ടാണ് RCM ഇറക്കണത്. നല്ലൊരു കൈയടി നമ്മുടെ RCM സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കുക. കാരണം ഇത്രയും ഒരു മഹത്തരമായുള്ള ഒരു പ്രസ്ഥാനത്തില് നമുക്ക് ഇത്രയും വാല്യൂ മുന്നോട്ട് എന്താണ് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾക്ക് വരാനായിട്ട് സാധിച്ചു. സുരേഷ് സാർ, നെക്സ്റ്റ്. ഇനി ഏഴാമത്തെ കാര്യമാണ് ഡോൺ ലൈ, അവോയ്ഡ് ബൂസ്റ്റിംഗ് ആൻഡ് അൺനെസസറി ഷോ ഓഫ്. നമ്മള് നുണ പറയാതിരിക്കുക ബിസിനസ്സിൽ. അതായത് നമ്മൾക്ക് വരുന്ന വരുമാനം ആയിക്കോട്ടെ എന്തായാലും നുണ പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ കിട്ടിയത് അത് പറഞ്ഞാൽ മതി. നമ്മൾ എന്താണോ നമ്മളുടെ ലെവല് അത് പറഞ്ഞാൽ മതി നമ്മള്. അല്ലാതെ നുണ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ് താൽക്കാലികമായിട്ട് വരുന്നതാണ്. പക്ഷെ നുണ പറയാതെ വരുന്ന, അതായത് സത്യം പറഞ്ഞിട്ട് വരുന്ന ഒരു ബിസിനസ് എന്താണ് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറും. പ്രൊഡക്റ്റുകൾ ഇന്ന് എന്താണ് നമുക്ക് ഹോം മീറ്റിംഗ് എടുക്കാറുണ്ട്. ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ടൊന്നും നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞു തീരില്ല. ഉള്ളത് തന്നെ പറഞ്ഞു തീർക്കാൻ, സത്യമായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. പിന്നെ അല്ല നുണ പറയാൻ നേരം. അപ്പൊ ഇങ്ങനെ ഒരു ഇതില് വരാനായിട്ട് നമുക്ക് എന്താണ് എവിടെയോ ദൈവം ചെയ്തു വെച്ചൊരു പുണ്യാണ്. അപ്പൊ നമ്മള് ബിസിനസ്സില് നുണ പറയാൻ പാടില്ല. നമ്മളെ ബിസിനസ്സിൽ അതും 7 കാർഡിനൽ റൂൾസിലെ ഏറ്റവും മെയിൻ പോയിന്റ് ആണ്. നുണ പറഞ്ഞുകൊണ്ട് ബിസിനസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചില ആളുകളൊക്കെ എന്താണ് മോന്റെ എന്താണ് എന്താണ് ഇതാണ് നമ്മളെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആളുകളെ വിളിക്കും. എന്തിനാ? RCM മീറ്റിങ്ങിന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട്
ആ മീറ്റിങ്ങിന് വിളിക്കും. മീറ്റിങ്ങിന് വിളിച്ചു കഴിയുമ്പോ എന്താണ് അവര് ബർത്ത്ഡേ പാർട്ടിക്കും കാര്യത്തിനും ആഘോഷിക്കാനുള്ള മൈൻഡ് സെറ്റിൽ വരുമ്പോ കേൾക്കണ ആവശ്യം അവർക്ക് തീരെ എന്താണ് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് വരും. എപ്പോഴും നമ്മള് എന്ത് ചെയ്യാ, സത്യസന്ധമായി അവര് ഒരു വന്ന് ഇരുന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മനസ്സിലാവും ബിസിനസ് ക്ലാസ് എടുക്കാനുള്ള ഒരു പ്ലാനാണ്. നമ്മൾ എന്ത് ചെയ്യാ, നോണ പറയാതിരിക്കുക. എന്നാ ഫോണിൽ കൂടെ വിളിച്ച് ആർസ്യം മുഴുവനും പറഞ്ഞിട്ട് അവരെ ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിയിട്ട് എന്താണ് എനിക്കൊന്ന് കാണണം, അർജന്റായിട്ട് കാണണം, ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള രീതിയിൽ വിളിച്ച് എന്ത് ചെയ്യുക, ആർസിഎമ്മിനെ കുറിച്ച് അവർക്ക് ശോധ പ്ലാൻ ചെയ്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നോണ പറയാതിരിക്കുക. ബിസിനസ്സിൽ നമ്മൾക്ക് എന്താണ് ഈ ഒരു ഇത് നമ്മൾ നോണ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ന്യൂട്രി ചാർജ് എന്താണ് ഉൽപ്പന്നങ്ങള് പല രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തൈറോയ്ഡ് മാറിയിട്ടുള്ളതാ. അപ്പൊ എനിക്ക് എന്റെ സത്യമായുള്ള ഒരു അനുഭവം പറഞ്ഞിട്ട് കൊണ്ട് ഈ ഒരു ബിസിനസ് എന്താണ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവോർഡ് ബൂസ്റ്റിംഗ് ചെയ്ത് കാണിക്കാതിരിക്കുക. ചില പ്രോഗ്രാമിനൊക്കെ ചെന്ന് ഹോം മീറ്റിങ്ങിൽ ചെന്നിരിക്കുമ്പോ മാഡം പ്ലാറ്റിനം അച്ചീവർ ആണ്, RCM കൂടെ 60,000 രൂപ വരുമാനം അല്ലെങ്കിൽ 70,000 രൂപ വരുമാനം, അങ്ങനെയൊക്കെ ചിലര് അറിയാതെ പറഞ്ഞു പോകും. അപ്പൊ അറിയാതെ പറഞ്ഞു പോകുമ്പോ കുറഞ്ഞോട്ടെ പറയണത്, വരുമാനം പറഞ്ഞ ഓൾറെഡി നമ്മൾ ലീഡറെ എഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മള് എന്താണ് കുറവ് പറഞ്ഞോ, പക്ഷെ കൂടുതൽ പറയാതിരിക്കുക എമൗണ്ട്. അതായത് നമ്മള് ബൂസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോ അൺനെസസറി ഷോ ഓഫ്, അതായത് അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ചെറിയൊരു അച്ചീവ്മെന്റ് വരുമ്പോഴേക്കും കാറ് മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമുക്ക് അധിക ചെലവായിട്ട് വരും. ഈ ബിസിനസ്സിൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ഈ ബിസിനസ്സിനെ എന്താണ് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഫീലിംഗ് വരാനായിട്ട് കാരണമാവും. അപ്പൊ ഇതൊക്കെ നമ്മള് 7 കാർഡിനൽ റൂൾസിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാവരും RCMൽ മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ എല്ലാവരും RCM ബിസിനസ്സിലൂടെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. എനിക്ക് അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRCM ഗുണ്ട RCM. താങ്ക് യു സർ.